നമസ്കാരം, ഈ വീഡിയോയിലേക്ക് സ്വാഗതം. ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് എന്ന അത്ഭുതകരമായ ഒരു ലോകത്തേക്ക് നമുക്ക് ഒരുമിച്ച് യാത്ര ചെയ്യാം. ഈ സാങ്കേതികവിദ്യ എന്താണ്, എങ്ങനെയാണ് ഇത് പരമ്പരാഗത കമ്പ്യൂട്ടിംഗിൽ നിന്ന് വ്യത്യസ്തമാകുന്നത്, അതിന്റെ അടിസ്ഥാന തത്വങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ആദ്യമായി ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് എന്താണെന്ന് പരിചയപ്പെടാം. പരമ്പരാഗത കമ്പ്യൂട്ടറുകൾ, അതായത് നമ്മുടെ ലാപ്ടോപ്പുകളും മൊബൈൽ ഫോണുകളും, ബിറ്റ്സ് എന്ന് വിളിക്കുന്ന യൂണിറ്റുകളാണ് ഉപയോഗിക്കുന്നത്. ഈ ബിറ്റ്സിന് രണ്ട് അവസ്ഥകളേ ഉള്ളൂ, 0 അല്ലെങ്കിൽ 1. ഇത് ഒരു സ്വിച്ച് പോലെയാണ്, ഓൺ ആണെങ്കിൽ 1, ഓഫ് ആണെങ്കിൽ 0. എന്നാൽ ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് ഒരു പുതിയ തലത്തിലേക്ക് കാര്യങ്ങളെ കൊണ്ടുപോകുന്നു. ഇവിടെ ക്യൂബിറ്റ്സ് എന്ന ഒരു പുതിയ ആശയം നമുക്ക് കാണാം. ക്യൂബിറ്റ്സ് എന്നത് ക്വാണ്ടം ബിറ്റ്സിന്റെ ചുരുക്കപ്പേരാണ്. ഇവയ്ക്ക് 0 അല്ലെങ്കിൽ 1 എന്നതിനപ്പുറം ഒരു പ്രത്യേക അവസ്ഥയിൽ നിലനിൽക്കാൻ കഴിയും. ഈ പ്രത്യേകതയെ നമുക്ക് സൂപ്പർപൊസിഷൻ എന്ന് വിളിക്കാം. സൂപ്പർപൊസിഷൻ എന്ന വാക്കിന്റെ അർത്ഥം മലയാളത്തിൽ ഒരേസമയം ഒന്നിലധികം അവസ്ഥകളിൽ നിലനിൽക്കൽ എന്നാണ്. ഒരു ഉദാഹരണം നോക്കാം. നമ്മുടെ പരമ്പരാഗത ബിറ്റ് ഒരു നാണയം പോലെയാണ്, ഒന്നുകിൽ തല അല്ലെങ്കിൽ വാല്. എന്നാൽ ക്യൂബിറ്റ് ഒരു നാണയം കറങ്ങുന്നതിന് സമാനമാണ്. അത് തലയോ വാലോ ആകുന്നതിന് മുമ്പ് രണ്ടിന്റെയും സാധ്യത ഒരേസമയമുണ്ട്. ഈ സൂപ്പർപൊസിഷൻ എന്ന ആശയം ക്വാണ്ടം മെക്കാനിക്സ് എന്ന ശാസ്ത്രശാഖയിൽ നിന്നാണ് വരുന്നത്. ക്വാണ്ടം മെക്കാനിക്സ് എന്നത് പ്രകൃതിയെ വളരെ ചെറിയ തോതിൽ, അതായത് ആറ്റങ്ങളുടെയും തുകളുകളുടെയും തലത്തിൽ പഠിക്കുന്ന ഒരു ശാസ്ത്രമാണ്. ഈ ലോകത്ത് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ പരിചയമുള്ള നിയമങ്ങൾ പ്രവർത്തിക്കുന്നില്ല. ഉദാഹരണത്തിന്, ഒരു വസ്തുവിന് ഒരേസമയം 2 സ്ഥലങ്ങളിൽ ഉണ്ടാകാം എന്നത് ക്വാണ്ടം മെക്കാനിക്സിൽ സാധ്യമാണ്. ഇനി ക്വാണ്ടം കമ്പ്യൂട്ടിംഗിന്റെ മറ്റൊരു പ്രധാന ആശയമായ അൺടാങ്കിൾമെന്റ് നോക്കാം. അൺടാങ്കിൾമെന്റ് എന്നതിനെ മലയാളത്തിൽ പരസ്പരബന്ധനം എന്ന് വിളിക്കാം. ഇത് ക്യൂബിറ്റ്സിന്റെ ഒരു പ്രത്യേക സവിശേഷതയാണ്. 2 ക്യൂബിറ്റ്സ് ഒരിക്കൽ എൻടാങ്കിൾഡ് ആയാൽ ഒന്നിന്റെ അവസ്ഥ മാറ്റുന്നത് തൽക്ഷണം മറ്റേതിന്റെ അവസ്ഥയെയും ബാധിക്കും, അവക്കിടയിലുള്ള ദൂരം എത്ര വലുതാണെങ്കിലും. ഇത് ഒരു മാന്ത്രികത പോലെ തോന്നാം, പക്ഷേ ഇത് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ട ഒരു പ്രതിഭാസമാണ്. നമ്മുടെ പരമ്പരാഗത കമ്പ്യൂട്ടറുകൾ ഒരു പ്രശ്നം പരിഹരിക്കാൻ ഘട്ടം ഘട്ടമായി പ്രവർത്തിക്കുമ്പോൾ, ക്വാണ്ടം കമ്പ്യൂട്ടറുകൾക്ക് സൂപ്പർപൊസിഷന്റെയും എൻടാങ്കിൾമെന്റിന്റെയും സഹായത്തോടെ ഒരേസമയം ഒന്നിലധികം സാധ്യതകൾ പരിശോധിക്കാൻ കഴിയും. ഇതിന്റെ ഫലമായി ചില പ്രത്യേക തരം കണക്കുകൾ, ഉദാഹരണത്തിന് വലിയ സംഖ്യകളെ ഘടകങ്ങളാക്കി വിഭജിക്കൽ, വളരെ വേഗത്തിൽ ചെയ്യാൻ ഇവയ്ക്ക് സാധിക്കും. എന്നാൽ ഈ സാങ്കേതികവിദ്യയെക്കുറിച്ച് മനസ്സിലാക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് എല്ലാ പ്രശ്നങ്ങൾക്കും പരമ്പരാഗത കമ്പ്യൂട്ടറുകളെക്കാൾ മികച്ചതല്ല. ചില പ്രത്യേക പ്രശ്നങ്ങൾക്ക് മാത്രമാണ് ഇത് അസാധാരണമായ വേഗത നൽകുന്നത്. ഉദാഹരണത്തിന്, ഒരു വലിയ ഡാറ്റാബേസിൽ നിന്ന് വിവരങ്ങൾ തിരയുന്നതിനോ സങ്കീർണമായ രാസപ്രവർത്തനങ്ങൾ സിമുലേറ്റ് ചെയ്യുന്നതിനോ ഇത് ഉപയോഗപ്രദമാണ്. ഈ വീഡിയോയിൽ ക്വാണ്ടം കമ്പ്യൂട്ടിംഗിന്റെ ചരിത്രവും അതിന്റെ പ്രവർത്തനരീതിയും, ഗൂഗിൾ, മൈക്രോസോഫ്റ്റ് പോലുള്ള കമ്പനികളുടെ സംഭാവനകളും ഈ സാങ്കേതികവിദ്യ ഭാവിയിൽ നമ്മുടെ ജീവിതത്തെ എങ്ങനെ മാറ്റിമറിക്കുമെന്നും നമുക്ക് പരിശോധിക്കാം. ക്വാണ്ടം കമ്പ്യൂട്ടിംഗിന്റെ ചരിത്രത്തിലേക്ക് നമുക്ക് ഒരു യാത്ര നടത്താം. ഈ അത്ഭുതകരമായ സാങ്കേതികവിദ്യയുടെ വേര് എവിടെ നിന്നാണ് തുടങ്ങുന്നത്? ആരൊക്കെയാണ് ഇതിന്റെ പിന്നിലെ മഹാമനസ്സുകൾ? എങ്ങനെയാണ് ഈ ആശയം ഒരു സൈദ്ധാന്തിക ചിന്തയിൽ നിന്ന് യാഥാർത്ഥ്യത്തിലേക്ക് രൂപപ്പെട്ടത്? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ നമുക്ക് ഒരുമിച്ച് കണ്ടെത്താം. ക്വാണ്ടം കമ്പ്യൂട്ടിംഗിന്റെ ചരിത്രം 20 നൂറ്റാണ്ടിന്റെ രണ്ടാം പകുതിയിൽ തുടങ്ങുന്നു. 1982-ൽ പ്രശസ്ത ഭൗതികശാസ്ത്രജ്ഞനായ റിച്ചാർഡ് ഫെയ്ൻമാൻ ഒരു ദീർഘവീക്ഷണപരമായ ആശയം മുന്നോട്ടുവച്ചു. അദ്ദേഹം ഒരു പ്രഭാഷണത്തിൽ ചോദിച്ചു, നമുക്ക് പ്രകൃതിയെ സിമുലേറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു കമ്പ്യൂട്ടർ നിർമ്മിക്കാൻ സാധിക്കുമോ? അദ്ദേഹത്തിന്റെ ഉദ്ദേശം ഇതായിരുന്നു: പരമ്പരാഗത കമ്പ്യൂട്ടറുകൾക്ക് ആറ്റങ്ങളുടെയും തന്മാത്രകളുടെയും സങ്കീർണമായ പെരുമാറ്റം കണക്കാക്കാൻ കഴിയുന്നില്ല. എന്നാൽ ക്വാണ്ടം മെക്കാനിക്സിന്റെ തത്വങ്ങൾ ഉപയോഗിച്ചാൽ അത് സാധ്യമാകുമെന്ന് അദ്ദേഹം വിശ്വസിച്ചു. ഫെയ്ൻമാൻ ഈ ആശയം ഒരു സ്വപ്നം പോലെ മുന്നോട്ടുവച്ചെങ്കിലും അത് ശാസ്ത്രലോകത്ത് ഒരു വലിയ ചർച്ചയ്ക്ക് തുടക്കമിട്ടു. അദ്ദേഹത്തിന്റെ ഈ ചിന്തകൾ ക്വാണ്ടം കമ്പ്യൂട്ടിംഗിന്റെ ആദ്യത്തെ വിത്തായി കണക്കാക്കപ്പെടുന്നു. ഫെയ്ൻമാൻ തുടങ്ങിവച്ച ഈ ആശയത്തെ കൂടുതൽ വികസിപ്പിച്ചത് ബ്രിട്ടീഷ് ഭൗതികശാസ്ത്രജ്ഞനായ ഡേവിഡ് ഡോയ്ജ് ആണ്. 1985-ൽ അദ്ദേഹം ക്വാണ്ടം ട്യൂറിംഗ് മെഷീൻ എന്ന ഒരു സൈദ്ധാന്തിക മോഡൽ അവതരിപ്പിച്ചു. ട്യൂറിംഗ് മെഷീൻ എന്നത് പരമ്പരാഗത കമ്പ്യൂട്ടിംഗിന്റെ അടിസ്ഥാന മാതൃകയാണ്. അത് ആലൻ ട്യൂറിംഗ് എന്ന ഗണിതശാസ്ത്രജ്ഞൻ നിർദ്ദേശിച്ചതാണ്. ഡോയ്ജ് ഈ ആശയത്തെ ക്വാണ്ടം ലോകത്തേക്ക് വ്യാപിപ്പിച്ചു. അദ്ദേഹം തെളിയിച്ചത് ഒരു ക്വാണ്ടം ട്യൂറിംഗ് മെഷീനിന് പരമ്പരാഗത കമ്പ്യൂട്ടറിനേക്കാൾ കൂടുതൽ ശക്തമായ കണക്കുകൾ ചെയ്യാൻ കഴിയുമെന്നാണ്. ഇത് ക്വാണ്ടം കമ്പ്യൂട്ടിംഗിന്റെ സൈദ്ധാന്തിക അടിത്തറയായി മാറി. ഡോയ്ജിന്റെ ഈ പ്രവർത്തനം ശാസ്ത്രജ്ഞരെ പ്രചോദിപ്പിച്ചു. ഇനി ഈ ആശയം എങ്ങനെ പ്രായോഗികമാക്കാം എന്നതായിരുന്നു അടുത്ത ചോദ്യം. ക്വാണ്ടം കമ്പ്യൂട്ടിംഗിന്റെ ചരിത്രത്തിലെ ഒരു നിർണായക നിമിഷം 1994-ലാണ് സംഭവിച്ചത്. അമേരിക്കൻ ഗണിതശാസ്ത്രജ്ഞനായ പീറ്റർ ഷോർ ഒരു ആൽഗോരിതം അവതരിപ്പിച്ചു. അത് ഷോർസ് ആൽഗോരിതം എന്ന് അറിയപ്പെടുന്നു. ഈ അൽഗോരിതമിന് വലിയ സംഖ്യകളെ അവയുടെ പ്രൈം ഘടകങ്ങളായി വിഭജിക്കാൻ കഴിയും, അതും വളരെ വേഗത്തിൽ.
ഇത് എന്തുകൊണ്ട് പ്രധാനമാണ്? പരമ്പരാഗത കമ്പ്യൂട്ടറുകൾക്ക് ഈ പ്രക്രിയയ്ക്ക്, അതായത് ഫാക്ടറിംഗ് എന്നതിന് വർഷങ്ങളോ ദശലക്ഷക്കണക്കിന് വർഷങ്ങളോ എടുക്കാം, പ്രത്യേകിച്ച് സംഖ്യ വലുതാണെങ്കിൽ. എന്നാൽ ഷോർസ് ആൽഗോരിതം ഉപയോഗിച്ച് ഒരു ക്വാണ്ടം കമ്പ്യൂട്ടറിന് ഇത് മിനിറ്റുകൾക്കുള്ളിൽ ചെയ്യാൻ കഴിയും. ഈ കണ്ടുപിടുത്തം ലോകത്തിന്റെ ശ്രദ്ധ ആകർഷിച്ചു, കാരണം ഇത് ക്രിപ്റ്റോഗ്രഫിയെ, അതായത് രഹസ്യ സന്ദേശങ്ങളെ സുരക്ഷിതമാക്കുന്ന സാങ്കേതികവിദ്യയെ ഭീഷണിയിലാക്കി. ഉദാഹരണത്തിന് RSA എൻക്രിപ്ഷൻ എന്ന സംവിധാനം ഇന്ന് ഇന്റർനെറ്റ് സുരക്ഷയുടെ അടിസ്ഥാനമാണ്. ഷോർസ് ആൽഗോരിതം ഈ സുരക്ഷയെ തകർക്കാൻ ശേഷിയുള്ളതാണെന്ന് തെളിഞ്ഞു. അതേ കാലത്ത് മറ്റൊരു ശാസ്ത്രജ്ഞനായ ലവ ഗ്രോവർ 1996-ൽ ഗ്രോവേഴ്സ് ആൽഗോരിതം എന്ന മറ്റൊരു പ്രധാന കണ്ടുപിടുത്തം നടത്തി. ഈ ആൽഗോരിതം ഒരു വലിയ ഡാറ്റാബേസിൽ നിന്ന് വിവരങ്ങൾ തിരയുന്നതിനുള്ള ഒരു വേഗത കുറഞ്ഞ രീതിയാണ് വാഗ്ദാനം ചെയ്തത്. പരമ്പരാഗത കമ്പ്യൂട്ടറുകൾ ഓരോ ഇനവും ഒന്നൊന്നായി പരിശോധിക്കേണ്ടി വരുമ്പോൾ ഗ്രോവേഴ്സ് ആൽഗോരിതം ഈ പ്രക്രിയയെ ഗണ്യമായി വേഗത്തിലാക്കുന്നു. ഒരു ഉപമ പറയാം, ഒരു വലിയ ലൈബ്രറിയിൽ ഒരു പുസ്തകം തിരയുന്നതിന് സമാനമാണ് ഇത്. പരമ്പരാഗത രീതിയിൽ നമ്മൾ ഓരോ പുസ്തകവും എടുത്തു നോക്കണം. എന്നാൽ ഗ്രോവേഴ്സ് ആൽഗോരിതം ഉപയോഗിച്ചാൽ ഒരു മാന്ത്രികവിദ്യ പോലെ ആവശ്യമുള്ള പുസ്തകം വേഗത്തിൽ കണ്ടെത്താം. സൈദ്ധാന്തിക കണ്ടുപിടുത്തങ്ങൾക്ക് ശേഷം ശാസ്ത്രജ്ഞർ ഈ ആശയങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ ശ്രമിച്ചു. 1998-ൽ ആദ്യത്തെ 2 ക്യൂബിറ്റ് ക്വാണ്ടം കമ്പ്യൂട്ടർ ഓക്സ്ഫോർഡ് സർവകലാശാലയിൽ നിർമ്മിക്കപ്പെട്ടു. ഇത് NMR ന്യൂക്ലിയർ മാഗ്നറ്റിക് റെസൊണൻസ് എന്ന സാങ്കേതികവിദ്യ ഉപയോഗിച്ചായിരുന്നു. ഈ യന്ത്രം വളരെ ലളിതമായിരുന്നു, ചെറിയ കണക്കുകൾ മാത്രമേ ചെയ്യാൻ കഴിഞ്ഞിരുന്നുള്ളൂ. എന്നാൽ ഇത് ഒരു വലിയ ചുവടുവയ്പായിരുന്നു. ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് എന്നത് വെറും സ്വപ്നമല്ല, അത് സാധ്യമാണെന്ന് ഇത് തെളിയിച്ചു. 2001-ൽ IBM-ലെ ശാസ്ത്രജ്ഞർ ഷോർസ് ആൽഗോരിതം ഉപയോഗിച്ച് 15 എന്ന സംഖ്യയെ 3ഉം 5ഉം ആയി വിഭജിച്ചു. ഇത് ഒരു ചെറിയ കണക്കായിരുന്നെങ്കിലും ക്വാണ്ടം സാങ്കേതികവിദ്യയുടെ ശക്തി ലോകത്തിന് കാണിച്ചുകൊടുത്തു. 21 നൂറ്റാണ്ടിൽ ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് ഗവേഷണം അതിവേഗത്തിൽ മുന്നോട്ടുപോയി. 2011-ൽ D-Wave എന്ന കമ്പനി ആദ്യത്തെ വാണിജ്യ ക്വാണ്ടം കമ്പ്യൂട്ടർ പുറത്തിറക്കി. ഇത് ക്വാണ്ടം അനീലിംഗ് എന്ന ഒരു പ്രത്യേക രീതി ഉപയോഗിച്ചായിരുന്നു, എല്ലാ പ്രശ്നങ്ങൾക്കും ഉപയോഗിക്കാൻ കഴിയാത്ത ഒരു സമീപനം. എന്നാൽ ഇത് വ്യവസായ ലോകത്തിന്റെ ശ്രദ്ധ ആകർഷിച്ചു. 2019-ൽ ഗൂഗിൾ അവരുടെ ക്വാണ്ടം സൂപ്രമസി നേട്ടം പ്രഖ്യാപിച്ചു. അതിനെക്കുറിച്ച് നമുക്ക് പിന്നീട് വിശദമായി സംസാരിക്കാം. ഇതോടെ ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് ഒരു സൈദ്ധാന്തിക ശാസ്ത്രത്തിൽ നിന്ന് പ്രായോഗിക സാധ്യതയിലേക്ക് മാറി. ഈ ചരിത്രം നമ്മെ പതിപ്പിക്കുന്നത് ഒരു കാര്യമാണ്, ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് ഒരു ദിവസം കൊണ്ട് ഉണ്ടായതല്ല. ഫെയ്ൻമാൻ മുതൽ ഷോർ വരെ ഓരോ ശാസ്ത്രജ്ഞനും ഈ മേഖലയ്ക്ക് ഒരു കല്ല് പാകി. ഇന്ന് ആയിരക്കണക്കിന് ഗവേഷകർ ഈ സാങ്കേതികവിദ്യയെ മുന്നോട്ട് കൊണ്ടുപോകുന്നു. നമുക്ക് ക്വാണ്ടം കമ്പ്യൂട്ടിംഗിന്റെ ആന്തരിക പ്രവർത്തനത്തിലേക്ക് കടക്കാം. ഈ സാങ്കേതികവിദ്യ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? അതിന്റെ അടിസ്ഥാന ഘടകങ്ങൾ എന്തൊക്കെയാണ്? ഇത് പരമ്പരാഗത കമ്പ്യൂട്ടറുകളിൽ നിന്ന് എങ്ങനെ വ്യത്യസ്തമാകുന്നു? ഈ വിഭാഗത്തിൽ ക്യൂബറ്റ്സ്, സൂപ്പർപൊസിഷൻ, അൻടാംഗിൾമെന്റ്, ക്വാണ്ടം ഗേറ്റ്സ് തുടങ്ങിയ ആശയങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. കൂടാതെ പ്രധാന ക്വാണ്ടം ആൽഗോരിതംസിന്റെ രഹസ്യവും പരിശോധിക്കാം. ആദ്യമായി ക്വാണ്ടം കമ്പ്യൂട്ടിംഗിന്റെ ഹൃദയമായ ക്യൂബറ്റ്സ് എന്താണെന്ന് നോക്കാം. ക്യൂബറ്റ്സ് എന്നത് ക്വാണ്ടം ബിറ്റ്സ് എന്നതിന്റെ ചുരുക്കപ്പേരാണ്. പരമ്പരാഗത കമ്പ്യൂട്ടറുകൾ ബിറ്റ്സ് ഉപയോഗിക്കുന്നതുപോലെ ക്വാണ്ടം കമ്പ്യൂട്ടറുകൾ ക്യൂബറ്റ്സിനെ ആശ്രയിക്കുന്നു. എന്നാൽ ബിറ്റ്സിനും ക്യൂബറ്റ്സിനും ഇടയിൽ ഒരു വലിയ വ്യത്യാസമുണ്ട്. ഒരു ബിറ്റിന് 2 അവസ്ഥകളേ ഉള്ളൂ, 0 അല്ലെങ്കിൽ 1. ഇത് ഒരു ലൈറ്റ് സ്വിച്ച് പോലെയാണ്, ഓൺ അല്ലെങ്കിൽ ഓഫ്. എന്നാൽ ക്യൂബറ്റ്സിന് ഈ 2 അവസ്ഥകൾക്ക് പുറമെ ഒരു പ്രത്യേക അവസ്ഥയിൽ നിലനിൽക്കാൻ കഴിയും. ഈ അവസ്ഥയെ സൂപ്പർപൊസിഷൻ എന്ന് വിളിക്കുന്നു. സൂപ്പർപൊസിഷൻ എന്ന വാക്കിന്റെ അർത്ഥം മലയാളത്തിൽ ഒരേസമയം ഒന്നിലധികം അവസ്ഥകളിൽ നിലനിൽക്കൽ എന്നാണ്. ഒരു ഉദാഹരണം നോക്കാം. ഒരു ക്യൂബറ്റിനെ ഒരു കറങ്ങുന്ന നാണയമായി സങ്കല്പിക്കാം. പരമ്പരാഗത ബിറ്റ് ഒരു നാണയം നിന്ന് തലയോ വാലോ കാണിക്കുന്നതിന് തുല്യമാണ്. എന്നാൽ ക്യൂബറ്റ് ആ നാണയം കറങ്ങുന്നതിന് സമാനമാണ്. അത് നിന്ന് ഒരു അവസ്ഥ കാണിക്കുന്നതിന് മുമ്പ് 0ഉം 1ഉം ആയിരിക്കാനുള്ള സാധ്യത ഒരേ സമയമുണ്ട്. ക്യൂബറ്റ് സൃഷ്ടിക്കാൻ ശാസ്ത്രജ്ഞർ ആറ്റങ്ങൾ, ഇലക്ട്രോണുകൾ അല്ലെങ്കിൽ ഫോട്ടോൺസ് പോലുള്ള ക്വാണ്ടം തുകലുകൾ ഉപയോഗിക്കുന്നു. ഇവയ്ക്ക് ക്വാണ്ടം മെക്കാനിക്സിന്റെ നിയമങ്ങൾ അനുസരിച്ച് പെരുമാറാൻ കഴിയും. സൂപ്പർപൊസിഷൻ എന്ന ആശയം ക്വാണ്ടം കമ്പ്യൂട്ടിംഗിന്റെ ശക്തിയുടെ ഒരു പ്രധാന കാരണമാണ്. ഒരു ക്യൂബറ്റ് സൂപ്പർപൊസിഷനിലായിരിക്കുമ്പോൾ അത് 0ഉം 1ഉം ഒരേ സമയം ആയിരിക്കുന്ന ഒരു അവസ്ഥയിലാണ്. ഇത് ഒരു മാജിക് അല്ല, ഇത് ക്വാണ്ടം മെക്കാനിക്സിന്റെ ഒരു അടിസ്ഥാന തത്വമാണ്. ഇതിന്റെ പ്രയോജനം എന്താണ്? ഒരു പരമ്പരാഗത കമ്പ്യൂട്ടർ ഒരു സമയം ഒരു സാധ്യത മാത്രമേ പരിശോധിക്കൂ. ഉദാഹരണത്തിന് 10 ബിറ്റ്സ് ഉപയോഗിച്ച് 1024 സാധ്യതകളിൽ 1 മാത്രമേ ഒരേ സമയം പ്രോസസ്സ് ചെയ്യാൻ കഴിയൂ. എന്നാൽ 10 ക്യൂബറ്റ് സൂപ്പർപൊസിഷനിലാണെങ്കിൽ അവയ്ക്ക് 1024 സാധ്യതകളും ഒരേ സമയം പ്രതിനിധീകരിക്കാൻ കഴിയും. ഒരു ഉപമ പറയാം, ഒരു ലാബിരിന്തിൽ നിന്ന് പുറത്തേക്കുള്ള വഴി കണ്ടെത്തുന്നതിന് സമാനമാണ് ഇത്. പരമ്പരാഗത കമ്പ്യൂട്ടർ ഓരോ പാതയും ഒന്നൊന്നായി പരീക്ഷിക്കുമ്പോൾ
ക്വാണ്ടം കമ്പ്യൂട്ടർ എല്ലാ പാതകളും ഒരേ സമയം പരിശോധിക്കുന്നു. ഇനി അൻടാങ്കിൾമെന്റ് എന്ന മറ്റൊരു പ്രധാന ആശയത്തിലേക്ക് വരാം. അൻടാങ്കിൾമെന്റിനെ മലയാളത്തിൽ പരസ്പരബന്ധനം എന്ന് വിളിക്കാം. ഇത് കൂബറ്റ്സിന്റെ ഒരു അത്ഭുതകരമായ സവിശേഷതയാണ്. രണ്ട് കൂബറ്റ്സ് അൻടാങ്കിൾഡ് ആയാൽ അവയുടെ അവസ്ഥകൾ പരസ്പരം ബന്ധപ്പെട്ടിരിക്കും. ഒന്നിന്റെ അവസ്ഥ മാറ്റിയാൽ മറ്റേതിന്റെ അവസ്ഥയും തൽക്ഷണം മാറും, അവയ്ക്കിടയിൽ എത്ര ദൂരമുണ്ടെങ്കിലും. ഇത് ഐൻസ്റ്റൈന് പോലും വിശ്വസിക്കാൻ പ്രയാസമായ ഒരു പ്രതിഭാസമാണ്. അദ്ദേഹം ഇതിനെ സ്പൂക്കി ആക്ഷൻ അറ്റ് എ ഡിസ്റ്റൻസ് എന്ന് വിളിച്ചു. ഒരു ഉദാഹരണം നോക്കാം. രണ്ട് നർത്തകർ ഒരേ നൃത്തം ചെയ്യുന്നതിന് സമാനമാണ് ഇത്. ഒരാൾ ഒരു ചുവട് മാറ്റിയാൽ മറ്റേയാൾ അതിനനുസരിച്ച് തൽക്ഷണം മാറുന്നു, അവർ എത്ര ദൂരത്താണെങ്കിലും. അൻടാങ്കിൾമെന്റ് ക്വാണ്ടം കമ്പ്യൂട്ടറുകൾക്ക് കൂബറ്റ്സിനെ ഒരുമിച്ച് പ്രവർത്തിപ്പിക്കാൻ സഹായിക്കുന്നു. അതുവഴി സങ്കീർണമായ കണക്കുകൾ വേഗത്തിൽ പരിഹരിക്കാൻ കഴിയുന്നു. ഇനി കൂബറ്റ്സിനെ പ്രവർത്തിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ക്വാണ്ടം ഗേറ്റ്സ് എന്താണെന്ന് പരിശോധിക്കാം. പരമ്പരാഗത കമ്പ്യൂട്ടറുകൾ ലോജിക് ഗേറ്റ്സ്, ഉദാഹരണത്തിന് ആൻഡ് ഓർ നോട്ട് ഗേറ്റ്സ് ഉപയോഗിച്ചാണ് ബിറ്റ്സിനെ മാറ്റുന്നത്. അതുപോലെ ക്വാണ്ടം ഗേറ്റ്സ് കൂബറ്റ്സിന്റെ അവസ്ഥയെ മാറ്റുന്നു. ഉദാഹരണത്തിന് ഹാഡ്മാർക്ക് ഗേറ്റ് ഒരു കൂബറ്റിനെ സൂപ്പർപൊസിഷനിലേക്ക് കൊണ്ടുപോകുന്നു. ഒരു കൂബറ്റ് 0 ആയിരുന്നാൽ ഹാഡ്മാർക്ക് ഗേറ്റ് അതിനെ 0 ഉം 1 ഉം ഒരേ സമയമായി മാറ്റുന്നു. മറ്റൊരു ഗേറ്റായ സി നോട്ട് ഗേറ്റ്, കൺട്രോൾ നോട്ട് ഗേറ്റ് രണ്ട് കൂബറ്റ്സിനെ എൻടാങ്കിൾമെന്റിലേക്ക് കൊണ്ടുപോകുന്നു. ഈ ക്വാണ്ടം ഗേറ്റ്സിനെ ഒരു പാചകക്കാരന്റെ ഉപകരണങ്ങളായി കാണാം. ഓരോ ഗേറ്റും കൂബറ്റ്സിനെ ഒരു പ്രത്യേക രീതിയിൽ പാകം ചെയ്യുന്നു, അതുവഴി ആവശ്യമുള്ള ഫലം ലഭിക്കുന്നു. ക്വാണ്ടം സർക്യൂട്ട്സ് എന്നത് ഈ ഗേറ്റുകളുടെ ഒരു ശൃംഖലയാണ്. അത് ഒരു പ്രശ്നം പരിഹരിക്കാൻ രൂപകൽപ്പന ചെയ്തിരിക്കുന്നു. ക്വാണ്ടം ഗേറ്റ്സിനെ ഉപയോഗിച്ച് ക്വാണ്ടം ആൽഗോറിതംസ് സൃഷ്ടിക്കപ്പെടുന്നു. ഈ ആൽഗോറിതംസ് ആണ് ക്വാണ്ടം കമ്പ്യൂട്ടറുകളെ പരമ്പരാഗത കമ്പ്യൂട്ടറുകളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത്. രണ്ട് പ്രധാന ആൽഗോറിതംസ് നോക്കാം: ഷോർസ് ആൽഗോറിതം ബ്രോവേഴ്സ് ആൽഗോറിതം. ഷോർസ് ആൽഗോറിതം വലിയ സംഖ്യകളെ അവയുടെ പ്രൈം ഘടകങ്ങളായി വിഭജിക്കാൻ ഉപയോഗിക്കുന്നു. ഉദാഹരണത്തിന് 15 എന്ന സംഖ്യയെ 3 ഉം 5 ഉം ആയി വിഭജിക്കുന്നത് ലളിതമാണ്. എന്നാൽ 100 അക്കമുള്ള ഒരു സംഖ്യയാണെങ്കിൽ പരമ്പരാഗത കമ്പ്യൂട്ടറിന് വർഷങ്ങൾ എടുക്കും. ഷോർസ് ആൽഗോറിതം ഇത് മിനിറ്റുകൾക്കുള്ളിൽ ചെയ്യുന്നു. ഇത് ക്രിപ്റ്റോഗ്രഫിയെ ഭീഷണിയിലാക്കുന്നു, കാരണം ഇന്നത്തെ സുരക്ഷാ സംവിധാനങ്ങൾ ഈ ഫാക്ടറിംഗിന്റെ കാഠിന്യത്തെ ആശ്രയിക്കുന്നു. ബ്രോവേഴ്സ് ആൽഗോറിതം ഒരു വലിയ ഡാറ്റാബേസിൽ നിന്ന് വിവരങ്ങൾ തിരയാൻ ഉപയോഗിക്കുന്നു. ഉദാഹരണത്തിന് 1,00,000 പേര് ഉൾപ്പെട്ട ഒരു ലിസ്റ്റിൽ നിന്ന് ഒരാളെ കണ്ടെത്താൻ പരമ്പരാഗത കമ്പ്യൂട്ടർ ശരാശരി 50,000 തവണ പരിശോധിക്കേണ്ടി വരും. ബ്രോവേഴ്സ് ആൽഗോറിതം ഇത് ഏകദേശം 100 തവണയിൽ ചെയ്യുന്നു. എന്നാൽ ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് എല്ലാം അത്ര ലളിതമല്ല. ഒരു വലിയ പ്രശ്നമാണ് ക്വാണ്ടം എറർ കറക്ഷൻ. കൂബറ്റ്സ് വളരെ സെൻസിറ്റീവ് ആണ്. ചെറിയ ശബ്ദമോ താപമോ അവയുടെ സൂപ്പർപൊസിഷനെയും എൻടാങ്കിൾമെന്റിനെയും നശിപ്പിക്കും. ഈ പ്രതിഭാസത്തെ ഡീകോഹിയറൻസ് എന്ന് വിളിക്കുന്നു. പരമ്പരാഗത കമ്പ്യൂട്ടറുകളിൽ എറേഴ്സ് തിരുത്താൻ എളുപ്പമാണ്. ബിറ്റ്സിന്റെ കോപ്പികൾ എടുത്ത് പരിശോധിക്കാം. എന്നാൽ കൂബറ്റ്സിന്റെ കോപ്പി എടുക്കാൻ കഴിയില്ല, കാരണം ക്വാണ്ടം മെക്കാനിക്സിന്റെ ഒരു തത്വമായ നോ ക്ലോണിംഗ് തിയറം അതിനെ തടയുന്നു. അതിനാൽ ശാസ്ത്രജ്ഞർ ക്വാണ്ടം എറർ കറക്ഷൻ കോഡ്സ് വികസിപ്പിച്ചു. ഇത് ഒരു സംഗീതജ്ഞന്റെ പ്രകടനത്തിന് സമാനമാണ്. ഒരു കുറിപ്പ് തെറ്റിയാൽ മറ്റ് കുറിപ്പുകൾ ഉപയോഗിച്ച് അത് തിരുത്തുന്നു. എന്നാൽ ഇതിന് കൂടുതൽ കൂബറ്റ്സ് ആവശ്യമാണ്. അത് സിസ്റ്റത്തെ കൂടുതൽ സങ്കീർണമാക്കുന്നു. ക്വാണ്ടം കമ്പ്യൂട്ടറുകൾ കൂബറ്റ്സിനെ ഉപയോഗിക്കുന്നു. അവ സൂപ്പർപൊസിഷനിലും എൻടാങ്കിൾമെന്റിലും പ്രവർത്തിക്കുന്നു. ക്വാണ്ടം ഗേറ്റ്സ് ഈ കൂബറ്റ്സിനെ മാറ്റി ആൽഗോറിതംസ് പ്രവർത്തിപ്പിക്കുന്നു. എന്നാൽ ഡീകോഹിയറൻസ് പോലുള്ള വെല്ലുവിളികൾ ഇനിയും മറികടക്കാനുണ്ട്. നമുക്ക് ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് മേഖലയിലെ ഒരു പ്രമുഖ കമ്പനിയായ ഗൂഗിളിന്റെ സംഭാവനകളിലേക്ക് കടക്കാം. ഗൂഗിൾ എങ്ങനെയാണ് ഈ മേഖലയിൽ മുന്നേറിയത്? അവരുടെ സിക്കമോ പ്രോസസർ എന്താണ്? ക്വാണ്ടം സൂപ്രമസി എന്ന അവകാശവാദം എന്തിനെക്കുറിച്ചാണ്? ഈ വിഭാഗത്തിൽ ഗൂഗിളിന്റെ ചരിത്രവും നിലവിലെ നേട്ടങ്ങളും ഭാവി ലക്ഷ്യങ്ങളും നമുക്ക് പരിശോധിക്കാം. ഗൂഗിൾ ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് ഗവേഷണത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ തുടങ്ങിയത് 2000-കളുടെ അവസാനത്തിലാണ്. 2009-ൽ അവർ ക്വാണ്ടം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ലാബ് എന്ന ഒരു സംരംഭം ആരംഭിച്ചു. നാസയുമായും യൂണിവേഴ്സിറ്റി സ്പേസ് റീസർച്ച് അസോസിയേഷനുമായും സഹകരിച്ച്. ഈ ലാബിന്റെ ലക്ഷ്യം ക്വാണ്ടം സാങ്കേതികവിദ്യയെ യാഥാർത്ഥ്യമാക്കുക എന്നതായിരുന്നു, പ്രത്യേകിച്ച് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെയും മഷീൻ ലേണിംഗിന്റെയും മേഖലകളിൽ അതിന്റെ സാധ്യതകൾ പര്യവേക്ഷണം ചെയ്യാൻ. ആദ്യഘട്ടത്തിൽ ഗൂഗിൾ D-Wave സിസ്റ്റംസിന്റെ ക്വാണ്ടം കമ്പ്യൂട്ടറുകൾ ഉപയോഗിച്ച് പരീക്ഷണങ്ങൾ നടത്തി. D-Waveന്റെ സംവിധാനം ക്വാണ്ടം അനീലിംഗ് എന്ന ഒരു പ്രത്യേക രീതിയെ ആശ്രയിക്കുന്നതായിരുന്നു. അത് ചില ഓപ്റ്റിമൈസേഷൻ പ്രോബ്ലംസ് പരിഹരിക്കാൻ ഉപയോഗപ്രദമാണ്. എന്നാൽ ഗൂഗിളിന്റെ ദീർഘകാല ലക്ഷ്യം ഇതിനപ്പുറമായിരുന്നു: ഒരു യൂണിവേഴ്സൽ ക്വാണ്ടം കമ്പ്യൂട്ടർ നിർമ്മിക്കുക. അത് ഏത് തരത്തിലുള്ള കണക്കും ചെയ്യാൻ ശേഷിയുള്ളതാകണം. 2014-ൽ ഗൂഗിൾ പ്രശസ്ത ഭൗതികശാസ്ത്രജ്ഞനായ ജോൺ മാർട്ടിനിസിനെയും അദ്ദേഹത്തിന്റെ ടീമിനെയും ക്വാണ്ടം ഗവേഷണത്തിനായി നിയമിച്ചു.
മാർട്ടിനിസ് സൂപ്പർകണ്ടക്ടിംഗ് ക്യൂബറ്റ്സിന്റെ മേഖലയിൽ വിദഗ്ധനായിരുന്നു. ഇത് ഗൂഗിളിന്റെ ഗവേഷണത്തിന് ഒരു പുതിയ ദിശ നൽകി. ഗൂഗിളിന്റെ ഏറ്റവും വലിയ നേട്ടങ്ങളിലൊന്ന് 2019 വന്നത് അവരുടെ സിക്കമോ എന്ന ക്വാണ്ടം പ്രോസസർ അവതരിപ്പിച്ചപ്പോൾ. സിക്കമോ ഒരു 53 ക്യൂബറ്റ് പ്രോസസർ ആയിരുന്നു, സൂപ്പർകണ്ടക്ടിംഗ് സർക്യൂട്ട്സ് ഉപയോഗിച്ച് നിർമ്മിച്ചത്. സൂപ്പർകണ്ടക്ടിംഗ് ക്യൂബറ്റ്സ് എന്നത് വൈദ്യുതി പ്രതിരോധമില്ലാതെ പ്രവഹിക്കുന്ന തണുത്ത ലൂപ്പുകളാണ്. അവ അത്യധികം താഴ്ന്ന താപനിലയിൽ ആബ്സല്യൂട്ട് സീറോ നോട് അടുത്ത് പ്രവർത്തിക്കുന്നു. സിക്കമോ ഇന്റെ ഡിസൈൻ ഒരു ചെസ് ബോർഡ് പോലെയായിരുന്നു. ക്യൂബറ്റ്സ് ഒരു ഗ്രിഡിൽ ക്രമീകരിച്ചിരിക്കുന്നു, അവയെ ക്വാണ്ടം ഗേറ്റ്സ് ഉപയോഗിച്ച് പ്രോഗ്രാം ചെയ്യാൻ കഴിയും. ഗൂഗിൾ ഈ പ്രോസസർ ഉപയോഗിച്ച് ഒരു പ്രത്യേക കണക്ക് നടത്തി ഒരു റാൻഡം ക്വാണ്ടം സർക്യൂട്ട് സാമ്പിൾ ചെയ്യുക. ഇത് ഒരു ക്രമരഹിതമായ ക്വാണ്ടം പ്രക്രിയയിൽ നിന്ന് ഫലങ്ങൾ ശേഖരിക്കുന്നതിന് സമാനമാണ്. അത് പരമ്പരാഗത കമ്പ്യൂട്ടറുകൾക്ക് അസാധ്യമാണ്. 2019 ഒക്ടോബറിൽ ഗൂഗിൾ ഒരു ചരിത്രപരമായ പ്രഖ്യാപനം നടത്തി. സിക്കമോ ഉപയോഗിച്ച് അവർ ക്വാണ്ടം സൂപ്രമസി കൈവരിച്ചു എന്ന്. ക്വാണ്ടം സൂപ്രമസി എന്നതിന്റെ അർത്ഥം മലയാളത്തിൽ ക്വാണ്ടം ആധിപത്യം എന്നാണ്. അതായത് ഒരു ക്വാണ്ടം കമ്പ്യൂട്ടർ ഒരു പരമ്പരാഗത സൂപ്പർ കമ്പ്യൂട്ടറിന് സാധിക്കാത്ത ഒരു കണക്ക് ചെയ്തു എന്ന്. ഗൂഗിൾ പറഞ്ഞത് ഇതാണ്: സിക്കമോ 200 സെക്കൻഡിൽ പൂർത്തിയാക്കിയ ഒരു കണക്ക് ലോകത്തിലെ ഏറ്റവും ശക്തമായ സൂപ്പർ കമ്പ്യൂട്ടറിന് 10,000 വർഷം എടുക്കും. ഈ പ്രഖ്യാപനം ശാസ്ത്രലോകത്ത് വലിയ തരംഗങ്ങൾ സൃഷ്ടിച്ചു. എന്നാൽ ഇത് വിവാദങ്ങൾക്കും വഴിവെച്ചു. IBM, മറ്റൊരു ക്വാണ്ടം ഗവേഷണ കമ്പനി, ഈ അവകാശവാദത്തെ എതിർത്തു. അവർ പറഞ്ഞത് അവരുടെ സൂപ്പർ കമ്പ്യൂട്ടർ ഈ കണക്ക് 2.5 ദിവസത്തിനുള്ളിൽ ചെയ്യുമെന്നാണ്, 10,000 വർഷമല്ല. ഇത് ക്വാണ്ടം സൂപ്രമസി എന്ന ആശയത്തെക്കുറിച്ച് ചർച്ചകൾക്ക് തുടക്കമിട്ടു. ഇത് ഒരു യഥാർത്ഥ നാഴികക്കല്ലാണോ അതോ ഒരു മാർക്കറ്റിംഗ് തന്ത്രമാണോ? എന്തുതന്നെയായാലും സിക്കമോ ഇന്റെ പരീക്ഷണം ഒരു കാര്യം തെളിയിച്ചു: ക്വാണ്ടം കമ്പ്യൂട്ടറുകൾക്ക് അവിശ്വസനീയമായ ശക്തിയുണ്ട്. അത് ഭാവിയിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും. സിക്കമോ ഒരു വലിയ നേട്ടമായിരുന്നെങ്കിലും അതിന്റെ ശേഷികൾ പരിമിതമാണ്. ആ പരീക്ഷണം ഒരു പ്രത്യേക കണക്കിന് മാത്രമായിരുന്നു രൂപകൽപ്പന ചെയ്തത്. അത് ദൈനംദിന ഉപയോഗത്തിനുള്ള ഒരു കമ്പ്യൂട്ടറല്ല. നിലവിൽ ഗൂഗിളിന്റെ ക്വാണ്ടം സിസ്റ്റങ്ങൾക്ക് നോയ്സി ഇന്റർമീഡിയറ്റ് സ്കെയിൽ ക്വാണ്ടം NISQ എന്ന ഘട്ടത്തിലാണ്. NISQ എന്നാൽ ശബ്ദമുള്ള ഇടത്തരം ക്വാണ്ടം എന്നാണ് അർത്ഥം. അതായത് ക്യൂബറ്റ്സ് ഇന്റെ എണ്ണം പരിമിതമാണ്, 50 or 100. അവയിൽ എറേഴ്സ് ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. ക്വാണ്ടം ഡീകോഹെറൻസ് ഒരു വലിയ വെല്ലുവിളിയാണ്. ക്യൂബറ്റ്സ് ഇന്റെ അവസ്ഥ വളരെ പെട്ടെന്ന് നശിക്കുന്നു, അതിനാൽ കണക്കുകൾ വേഗത്തിൽ പൂർത്തിയാക്കേണ്ടതുണ്ട്. ഇതിന് കൂടാതെ സിക്കമോ പോലുള്ള പ്രോസസറുകൾ ആബ്സല്യൂട്ട് സീറോ നോട് അടുത്ത താപനിലയിൽ 273 ഡിഗ്രി സെൽഷ്യസിനടുത്ത് പ്രവർത്തിക്കേണ്ടതുണ്ട്. ഇത് വലിയ ഊർജവും സങ്കീർണമായ കൂളിംഗ് സിസ്റ്റംസും ആവശ്യമാക്കുന്നു. അതിനാൽ നിലവിൽ ഗൂഗിളിന്റെ ക്വാണ്ടം കമ്പ്യൂട്ടറുകൾ ഗവേഷണത്തിന് മാത്രമാണ് ഉപയോഗിക്കുന്നത്. പൊതു ഉപയോഗത്തിനുള്ള പ്രോഗ്രാമുകൾ പ്രവർത്തിപ്പിക്കാൻ അവ തയ്യാറായിട്ടില്ല. ഗൂഗിൾ അവരുടെ ഭാവി ലക്ഷ്യങ്ങളെക്കുറിച്ച് വ്യക്തമായ ഒരു റോഡ്മാപ്പ് അവതരിപ്പിച്ചിട്ടുണ്ട്. 2029 ഓടെ അവർ ഒരു ഫോൾട്ട് ടോളറന്റ് ക്വാണ്ടം കമ്പ്യൂട്ടർ നിർമ്മിക്കാൻ ലക്ഷ്യമിടുന്നു. ഫോൾട്ട് ടോളറന്റ് എന്നാൽ പിഴവുകളെ പ്രതിരോധിക്കുന്ന എന്നാണ്. അതായത് ഡീകോഹെറൻസിനെയും എറേഴ്സിനെയും തിരുത്താൻ കഴിയുന്ന ഒരു സിസ്റ്റം. ഇതിനായി ഗൂഗിൾ ക്വാണ്ടം എറർ കറക്ഷൻ സാങ്കേതികവിദ്യയിൽ വലിയ മുന്നേറ്റങ്ങൾ നടത്തുന്നു. 2021 അവർ ഒരു പരീക്ഷണത്തിൽ എറർ കറക്ഷൻ ഇന്റെ ഒരു രൂപം തെളിയിച്ചു. അവിടെ കൂടുതൽ ക്യൂബറ്റ്സ് ഉപയോഗിച്ച് എറേഴ്സ് കുറയ്ക്കാൻ കഴിഞ്ഞു. എന്നാൽ ഇതിന് ആയിരക്കണക്കിന് ക്യൂബറ്റ്സ് ആവശ്യമാണ്. സിക്കമോ ഇന്റെ 53 വളരെ കൂടുതൽ. ഗൂഗിളിന്റെ ദീർഘകാല ലക്ഷ്യം 1,00,000 ക്യൂബറ്റ്സ് ഉള്ള ഒരു പ്രോസസർ നിർമ്മിക്കുക എന്നതാണ്. അത് വാണിജ്യപരമായ ഉപയോഗത്തിന് തയ്യാറാകും. ഇത് ക്രിപ്റ്റോഗ്രഫി, ഡ്രഗ് ഡിസ്കവറി, മറ്റീരിയൽസ് സയൻസ് തുടങ്ങിയ മേഖലകളിൽ വിപ്ലവം സൃഷ്ടിക്കും. ഒരു ഉപമ പറയാം: ഇത് ഒരു വിമാനം നിർമ്മിക്കുന്നതിന് സമാനമാണ്. ആദ്യം ഒരു ചെറിയ മോഡൽ പറത്തി, പിന്നീട് അത് ഒരു ജെറ്റാക്കി മാറ്റുന്നു. സിക്കമോ ആ മോഡലാണ്. ഭാവിയിലെ ക്വാണ്ടം കമ്പ്യൂട്ടർ ആ ജെറ്റ് ആയിരിക്കും. ഗൂഗിൾ ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് മേഖലയിൽ ഒരു മുൻനിരക്കാരനാണ്, പക്ഷേ അവർ ഒറ്റക്കല്ല. IBM, മൈക്രോസോഫ്റ്റ്, ഇന്റൽ പോലുള്ള കമ്പനികളും ഈ മത്സരത്തിലുണ്ട്. എന്നാൽ ഗൂഗിൾ ഇന്റെ സിക്കമോ പരീക്ഷണം ലോകത്തിന് ഒരു സന്ദേശം നൽകി: ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് ഒരു സ്വപ്നമല്ല, അത് ഇവിടെ തന്നെയുണ്ട്, അത് വളരുകയാണ്. ഇനി നമുക്ക് മൈക്രോസോഫ്റ്റ് എന്ന പ്രമുഖ സാങ്കേതിക കമ്പനിയുടെ ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് ലോകത്തേക്ക് കടക്കാം. മൈക്രോസോഫ്റ്റ് എങ്ങനെയാണ് ഈ മേഖലയിൽ സംഭാവന ചെയ്യുന്നത്? അവരുടെ ടോപ്പോളജിക്കൽ ക്യൂബറ്റ്സ് എന്താണ്? അസൂർ ക്വാണ്ടം എന്ന പ്ലാറ്റ്ഫോം എന്തിനെക്കുറിച്ചാണ്? ഈ വിഭാഗത്തിൽ മൈക്രോസോഫ്റ്റിന്റെ സമീപനവും നിലവിലെ നേട്ടങ്ങളും ഭാവി ലക്ഷ്യങ്ങളും നമുക്ക് മനസ്സിലാക്കാം. മൈക്രോസോഫ്റ്റ് ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് ഗവേഷണത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ തുടങ്ങിയത് 2000-കളുടെ മധ്യത്തിലാണ്. ഗൂഗിളിന്റെ സൂപ്പർകണ്ടക്ടിംഗ് ക്യൂബറ്റ്സിനെ ആശ്രയിക്കുന്ന സമീപനത്തിൽ നിന്ന് വ്യത്യസ്തമായി മൈക്രോസോഫ്റ്റ് ഒരു അതുല്യമായ പാത തിരഞ്ഞെടുത്തു: ടോപ്പോളജിക്കൽ ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് എന്ന ഒരു ആശയം.
ടോപ്പോളജിക്കൽ ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് എന്നത് ക്വാണ്ടം മെക്കാനിക്സിന്റെ ഒരു പ്രത്യേക ശാഖയെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. അത് ക്യൂബറ്റ്സിനെ കൂടുതൽ സ്ഥിരയുള്ളതാക്കാൻ ലക്ഷ്യമിടുന്നു. മൈക്രോസോഫ്റ്റിന്റെ ലക്ഷ്യം ഒരു സ്കെയിലബിൾ ക്വാണ്ടം കമ്പ്യൂട്ടർ നിർമ്മിക്കുക എന്നതാണ്, അതായത് ആയിരക്കണക്കിന് ക്യൂബറ്റ്സ് ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന വാണിജ്യപരമായി ഉപയോഗിക്കാവുന്ന ഒരു സിസ്റ്റം. 2005-ൽ മൈക്രോസോഫ്റ്റ് സ്റ്റേഷൻ ക്യൂ എന്ന ഒരു ഗവേഷണ കേന്ദ്രം സ്ഥാപിച്ചു, സാന്താ ബാർബറയിൽ. ഈ കേന്ദ്രം ടോപ്പോളജിക്കൽ ക്യൂബറ്റ്സിന്റെ സൈദ്ധാന്തികവും പ്രായോഗികവുമായ വശങ്ങൾ പഠിക്കാൻ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. പ്രശസ്ത ഗണിതശാസ്ത്രജ്ഞനായ മൈക്കിൾ ഫ്രീഡ്മാൻ ഉൾപ്പെടെയുള്ള വിദഗ്ധരെ അവർ ഈ ദൗത്യത്തിനായി ആകർഷിച്ചു. മൈക്രോസോഫ്റ്റിന്റെ ഗവേഷണത്തിന്റെ കാതൽ ടോപ്പോളജിക്കൽ ക്യൂബറ്റ്സ് ആണ്. ടോപ്പോളജിക്കൽ ക്യൂബറ്റ്സ് എന്നത് ക്വാണ്ടം തുകളുകളുടെ ഒരു പ്രത്യേക രൂപമാണ്. അവ മജോറാന ഫെർമിയോൺസ് എന്ന തുകളുകളെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. മജോറാന ഫെർമിയോൺസ് എന്നത് 1937-ൽ ഇറ്റാലിയൻ ഭൗതികശാസ്ത്രജ്ഞനായ എറ്റോർ മജോറാന നിർദ്ദേശിച്ച ഒരു സൈദ്ധാന്തിക തുകളാണ്. ഈ ക്യൂബറ്റ്സിന്റെ പ്രത്യേകത എന്താണ്? അവയ്ക്ക് ക്വാണ്ടം ഡീകോഹിയറൻസ് എന്ന പ്രശ്നത്തെ പ്രതിരോധിക്കാൻ കഴിയും. ഡീകോഹിയറൻസ് എന്നത് ക്യൂബറ്റ്സിന്റെ അവസ്ഥ നശിക്കുന്ന ഒരു പ്രതിഭാസമാണ്. ശബ്ദമോ താപമോ ഉണ്ടാകുമ്പോൾ സൂപ്പർപൊസിഷനും എൻടാംഗിൾമെന്റിനും ക്ഷമേൽക്കുന്നു. ടോപ്പോളജിക്കൽ ക്യൂബറ്റ്സിന്റെ ഘടന അവയെ കൂടുതൽ സ്ഥിരയുള്ളതാക്കുന്നു, കാരണം അവയുടെ വിവരങ്ങൾ ഒരു ബ്രേഡഡ് രൂപത്തിൽ സംഭരിക്കപ്പെടുന്നു. ഒരു ഉപമ പറയാം, ഇത് ഒരു കയർ പിരിച്ചെടുക്കുന്നതിന് സമാനമാണ്. പരമ്പരാഗത ക്യൂബറ്റ്സ് ഒരു നേർത്ത നൂൽ പോലെയാണ്, എളുപ്പത്തിൽ പൊട്ടാം. എന്നാൽ ടോപ്പോളജിക്കൽ ക്യൂബറ്റ്സ് ഒരു ബലമുള്ള കയർ പോലെയാണ്, പിരിച്ചെടുത്ത് ശക്തമാക്കിയിരിക്കുന്നു. 2018-ൽ മൈക്രോസോഫ്റ്റിന്റെ ഗവേഷകർ മജോറാന ഫെർമിയോൺസിന്റെ സാന്നിധ്യം തെളിയിക്കുന്ന ഒരു പരീക്ഷണം പ്രസിദ്ധീകരിച്ചു. എന്നാൽ ഈ ക്യൂബറ്റ്സിനെ ഒരു പ്രവർത്തനക്ഷമമായ ക്വാണ്ടം കമ്പ്യൂട്ടറാക്കി മാറ്റുന്നത് ഇനിയും പൂർത്തിയായിട്ടില്ല. മൈക്രോസോഫ്റ്റിന്റെ ഏറ്റവും ശ്രദ്ധേയമായ സംരംഭങ്ങളിലൊന്ന് അസൂർ ക്വാണ്ടം എന്ന പ്ലാറ്റ്ഫോമാണ്. 2020-ൽ പൊതുജനങ്ങൾക്കായി പ്രിവ്യൂവിൽ ലഭ്യമാക്കിയ അസൂർ ക്വാണ്ടം ഒരു ക്ലൗഡ് ബേസ്ഡ് സേവനമാണ്. അത് ഡെവലപ്പർമാർക്കും ഗവേഷകർക്കും ക്വാണ്ടം സാങ്കേതികവിദ്യ പരീക്ഷിക്കാൻ അനുവദിക്കുന്നു. ഈ പ്ലാറ്റ്ഫോം മൈക്രോസോഫ്റ്റിന്റെ ടോപ്പോളജിക്കൽ ക്യൂബറ്റ്സ് മാത്രമല്ല, മറ്റ് സാങ്കേതികവിദ്യകളും ഉൾപ്പെടുത്തുന്നു. ഉദാഹരണത്തിന് IonQന്റെ അയൺ ട്രാക്ക് ക്യൂബറ്റ്സും ഹണിവെൽ ട്രാക്ട് അയൺ സിസ്റ്റവും. ഇത് ഒരു ഓപ്പൺ ഇക്കോസിസ്റ്റം ആണ്, അതായത് വിവിധ ക്വാണ്ടം സമീപനങ്ങൾ ഒരേ പ്ലാറ്റ്ഫോമിൽ ലഭ്യമാണ്. അസൂർ ക്വാണ്ടം ഒരു പ്രധാന ഭാഗം ക്യൂ എന്ന പ്രോഗ്രാമിംഗ് ഭാഷയാണ്. ക്യൂ ഷാർപ്പ് എന്ന് ഉച്ചരിക്കുന്നു. ക്വാണ്ടം ആൽഗോരിതംസ് എഴുതാൻ രൂപകൽപ്പന ചെയ്ത ഒരു ഭാഷയാണ്. ഒരു ഉദാഹരണം നോക്കാം. ബ്രോവർ അൽഗോരിതം പോലുള്ള ഒരു ആൽഗോരിതം ക്യൂയിൽ എഴുതി അസൂർ ക്വാണ്ടമിൽ സിമുലേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ യഥാർത്ഥ ക്വാണ്ടം ഹാർഡ്വെയറിൽ പ്രവർത്തിപ്പിക്കാം. ഈ പ്ലാറ്റ്ഫോം ഗവേഷകർക്കും ബിസിനസ്സുകൾക്കും ക്വാണ്ടം സാങ്കേതികവിദ്യയിലേക്ക് പ്രവേശനം നൽകുന്നു. അതുവഴി അവർക്ക് ഭാവിയിൽ ഈ സാങ്കേതികവിദ്യയെ ഉപയോഗിക്കാൻ തയ്യാറെടുക്കാം. മൈക്രോസോഫ്റ്റിന്റെ ടോപ്പോളജിക്കൽ ക്യൂബറ്റ്സ് ഇപ്പോഴും ഗവേഷണ ഘട്ടത്തിലാണ്. 2023 വരെ അവർ ഒരു പ്രവർത്തനക്ഷമമായ ടോപ്പോളജിക്കൽ ക്യൂബറ്റിനെ ഒരു ക്വാണ്ടം കമ്പ്യൂട്ടറിൽ സമന്വയിപ്പിച്ചിട്ടില്ല. എന്നാൽ അവർ മജോറാന ഫെർമിയോൺസിന്റെ തെളിവുകൾ ശേഖരിച്ചിട്ടുണ്ട്. അത് ഒരു വലിയ ചുവടുവയ്പാണ്. നിലവിൽ അസൂർ ക്വാണ്ടമിൽ ലഭ്യമായ ക്വാണ്ടം ഹാർഡ്വെയർ മറ്റ് പങ്കാളികളുടേതാണ്. IonQ, ഹണിവെൽ തുടങ്ങിയവയുടെ സംവിധാനങ്ങൾ. ഈ സിസ്റ്റങ്ങൾ നോയ്സി ഇന്റർമീഡിയറ്റ് സ്കെയിൽ ക്വാണ്ടം NISQ ഘട്ടത്തിലാണ്. ക്യൂബറ്റ്സിന്റെ എണ്ണം പരിമിതവും എറേഴ്സ് ഉണ്ടാകാനുള്ള സാധ്യതയും കൂടുതലാണ്. ടോപ്പോളജിക്കൽ ക്യൂബറ്റ്സിന്റെ നിർമ്മാണം ഒരു വലിയ വെല്ലുവിളിയാണ്, കാരണം മജോറാന ഫെർമിയോൺസിനെ സൃഷ്ടിക്കാനും നിയന്ത്രിക്കാനും അത്യാധുനിക സാങ്കേതികവിദ്യയും അത്യധികം തണുപ്പും ആവശ്യമാണ്. ഇത് മൈക്രോസോഫ്റ്റിന്റെ പുരോഗതിയെ മന്ദഗതിയിലാക്കുന്നു. ഗൂഗിളിന്റെ സിക്കമോ പോലുള്ള പ്രോസസ്സറുകളുമായി താരതമ്യം ചെയ്യുമ്പോൾ മൈക്രോസോഫ്റ്റിന്റെ ദീർഘകാല ലക്ഷ്യം ഒരു ഫോൾട്ട് ടോളറന്റ് ക്വാണ്ടം കമ്പ്യൂട്ടർ നിർമ്മിക്കുക എന്നതാണ്. ടോപ്പോളജിക്കൽ ക്യൂബറ്റ്സ് ഉപയോഗിച്ച് ഫോൾട്ട് ടോളറന്റ് എന്നാൽ പിഴവുകളെ പ്രതിരോധിക്കുന്ന എന്നാണ്. ഡീകോഹിയറൻസിനെ മറികടക്കാൻ കഴിയുന്ന ഒരു സിസ്റ്റം. അവർ 2030-നകം ഒരു പ്രവർത്തനക്ഷമമായ ടോപ്പോളജിക്കൽ ക്വാണ്ടം കമ്പ്യൂട്ടർ പുറത്തിറക്കാൻ ലക്ഷ്യമിടുന്നു. ഇതിന് ആയിരക്കണക്കിന് ക്യൂബറ്റ്സ് ആവശ്യമാണ്. അവയെല്ലാം അത്യധികം സ്ഥിരയുള്ളവയായിരിക്കണം. മൈക്രോസോഫ്റ്റ് വിശ്വസിക്കുന്നത് ടോപ്പോളജിക്കൽ ക്യൂബറ്റ്സിന്റെ സ്ഥിരത ഈ ലക്ഷ്യത്തിലേക്ക് അവരെ വേഗത്തിൽ എത്തിക്കുമെന്നാണ്. അസൂർ ക്വാണ്ടമിനെ ഒരു ആഗോള ക്വാണ്ടം പ്ലാറ്റ്ഫോമാക്കി മാറ്റാനും അവർ പദ്ധതിയിടുന്നു. ഇത് ശാസ്ത്രജ്ഞർക്കും ബിസിനസ്സുകൾക്കും ക്വാണ്ടം ആൽഗോരിതംസ് വികസിപ്പിക്കാനും പരീക്ഷിക്കാനും ഒരു വേദി നൽകും. ഉദാഹരണത്തിന് ഡ്രഗ് ഡിസ്കവറിയിലോ മറ്റീരിയൽസ് സയൻസ് ലോ ഉപയോഗിക്കാൻ. ഒരു ഉപമ പറയാം, ഇത് ഒരു പാലം നിർമ്മിക്കുന്നതിന് സമാനമാണ്. ആദ്യം അവർ ശക്തമായ അടിത്തറ ടോപ്പോളജിക്കൽ ക്യൂബറ്റ്സ് നിർമ്മിക്കുന്നു. പിന്നീട് അതിനു മുകളിൽ ഒരു വലിയ പാലം അസൂർ ക്വാണ്ടം പണിയുന്നു. അത് എല്ലാവർക്കും ഉപയോഗിക്കാം. മൈക്രോസോഫ്റ്റ് ക്വാണ്ടം മത്സരത്തിൽ ഒരു തനതായ സ്ഥാനം വഹിക്കുന്നു.
ഗൂഗിൾ സിക്കമോ പോലുള്ള ഹാർഡ്വെയർ നേട്ടങ്ങൾ കൈവരിച്ചപ്പോൾ മൈക്രോസോഫ്റ്റ് ഒരു ദീർഘകാല കാഴ്ചപ്പാടിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു, സ്ഥിരയുള്ളതും സ്കെയിലബിളും ആയ ഒരു ക്വാണ്ടം ഭാവി. അസൂർ ക്വാണ്ടം ഈ ദർശനത്തിന്റെ ഒരു തെളിവാണ്. അത് ലോകത്തിന് ക്വാണ്ടം സാങ്കേതികവിദ്യയിലേക്ക് ഒരു വാതിൽ തുറക്കുന്നു. നമുക്ക് ക്വാണ്ടം കമ്പ്യൂട്ടിംഗിന്റെ യഥാർത്ഥ ശക്തി മനസ്സിലാക്കാം, അത് വിവിധ മേഖലകളിൽ ഉണ്ടാക്കുന്ന സ്വാധീനം. ഈ സാങ്കേതികവിദ്യ എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ പോകുന്നത്? സുരക്ഷ മുതൽ മരുന്ന് കണ്ടുപിടിക്കൽ വരെ, കാലാവസ്ഥാ മാതൃകകൾ വരെ, അതിന്റെ സാധ്യതകൾ എന്തൊക്കെയാണ്? ഈ വിഭാഗത്തിൽ ക്വാണ്ടം കമ്പ്യൂട്ടിംഗിന്റെ വിപുലമായ പ്രഭാവം നമുക്ക് പരിശോധിക്കാം. ആദ്യമായി ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് ക്രിപ്റ്റോഗ്രഫിയെ, അതായത് രഹസ്യ സന്ദേശങ്ങൾ സുരക്ഷിതമാക്കുന്ന ശാസ്ത്രത്തെ എങ്ങനെ ബാധിക്കുമെന്ന് നോക്കാം. ഇന്ന് നമ്മുടെ ഡിജിറ്റൽ ലോകം ബാങ്കിങ്, ഓൺലൈൻ ഷോപ്പിംഗ്, സർക്കാർ ആശയവിനിമയങ്ങൾ, RSA പോലുള്ള എൻക്രിപ്ഷൻ സംവിധാനങ്ങളെ ആശ്രയിക്കുന്നു. ഈ സംവിധാനങ്ങൾ വലിയ സംഖ്യകളെ ഘടകങ്ങളാക്കി വിഭജിക്കുന്നതിന്റെ ഫാക്ടറിംഗിന്റെ കാഠിന്യത്തിലാണ് അധിഷ്ഠിതമായിരിക്കുന്നത്. എന്നാൽ ഷോർട്ട് അൽഗോരിതം ഉപയോഗിക്കുന്ന ഒരു ക്വാണ്ടം കമ്പ്യൂട്ടറിന് ഈ സംഖ്യകളെ മിനിറ്റുകൾക്കുള്ളിൽ വിഭജിക്കാൻ കഴിയും. ഉദാഹരണത്തിന് 2048 ബിറ്റ് RSA കീ ഒരു പരമ്പരാഗത കമ്പ്യൂട്ടറിന് ദശലക്ഷക്കണക്കിന് വർഷങ്ങൾ എടുക്കുമെങ്കിൽ ഒരു ക്വാണ്ടം കമ്പ്യൂട്ടർ അത് വേഗത്തിൽ തകർക്കും. ഇത് ഒരു വലിയ ഭീഷണിയാണ്, നമ്മുടെ ഡിജിറ്റൽ സുരക്ഷാ താഴ്വര പൊട്ടുന്നതിന് സമാനമാണ്. എന്നാൽ ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് പുതിയ പരിഹാരങ്ങളും വാഗ്ദാനം ചെയ്യുന്നു. ക്വാണ്ടം ക്രിപ്റ്റോഗ്രഫി അല്ലെങ്കിൽ പോസ്റ്റ് ക്വാണ്ടം ക്രിപ്റ്റോഗ്രഫി, ക്വാണ്ടം കീ ഡിസ്ട്രിബ്യൂഷൻ QKD പോലുള്ള സാങ്കേതികവിദ്യകൾ ക്വാണ്ടം മെക്കാനിക്സിന്റെ തത്വങ്ങൾ ഉപയോഗിച്ച് തകർക്കാൻ കഴിയാത്ത സുരക്ഷ നൽകുന്നു. അടുത്തതായി മരുന്ന് മേഖലയിലെ സ്വാധീനം നോക്കാം. ഡ്രഗ് ഡിസ്കവറി എന്നത് ഒരു സങ്കീർണമായ പ്രക്രിയയാണ്. പുതിയ മരുന്നുകൾ കണ്ടെത്താൻ വർഷങ്ങളും ദശലക്ഷക്കണക്കിന് ഡോളറും എടുക്കും. ഇതിന്റെ ഒരു പ്രധാന ഭാഗം മോലെക്യുലർ സിമുലേഷൻസ് ആണ്. തന്മാത്രകൾ എങ്ങനെ പരസ്പരം പ്രവർത്തിക്കുന്നു എന്ന് മനസ്സിലാക്കുക. പരമ്പരാഗത കമ്പ്യൂട്ടറുകൾക്ക് ഈ സിമുലേഷൻസ് വളരെ സമയമെടുക്കും, കാരണം ക്വാണ്ടം മെക്കാനിക്സിന്റെ തലത്തിൽ തന്മാത്രകളുടെ പെരുമാറ്റം കണക്കാക്കേണ്ടതുണ്ട്. എന്നാൽ ക്വാണ്ടം കമ്പ്യൂട്ടറുകൾക്ക് ഈ പ്രക്രിയ വേഗത്തിലാക്കാൻ കഴിയും. ഉദാഹരണത്തിന്, ഒരു പുതിയ മരുന്ന് എങ്ങനെ ഒരു രോഗാണുവിനെ ആക്രമിക്കുമെന്ന് ക്വാണ്ടം സിമുലേഷനുകൾ കൃത്യമായി പ്രവചിക്കാം. ഇത് ഒരു മൈക്രോസ്കോപ്പിന്റെ ശക്തി ആയിരക്കണക്കിന് മടങ്ങ് വർദ്ധിപ്പിക്കുന്നതിന് സമാനമാണ്. നമുക്ക് തന്മാത്രകളുടെ ലോകം വ്യക്തമായി കാണാം. ആൽസൈമർ, ക്യാൻസർ പോലുള്ള രോഗങ്ങൾക്കുള്ള മരുന്നുകൾ വേഗത്തിൽ വികസിപ്പിക്കാൻ ഇത് സഹായിക്കും. മറ്റീരിയൽസ് സയൻസിലും കെമിസ്ട്രിയിലും ക്വാണ്ടം കമ്പ്യൂട്ടിംഗിന്റെ സ്വാധീനം വലുതാണ്. പുതിയ വസ്തുക്കൾ, ഉദാഹരണത്തിന് ബാറ്ററികൾക്കുള്ള മെറ്റീരിയലുകളോ സോളാർ പാനലുകളോ കണ്ടെത്താൻ രാസപ്രവർത്തനങ്ങൾ സിമുലേറ്റ് ചെയ്യേണ്ടതുണ്ട്. ക്വാണ്ടം കമ്പ്യൂട്ടറുകൾക്ക് ഈ പ്രവർത്തനങ്ങൾ കൃത്യമായി മാതൃകാപരമാക്കാൻ കഴിയും. ഉദാഹരണത്തിന്, ഒരു പുതിയ കാറ്റലിസ്റ്റ് രാസപ്രവർത്തനങ്ങൾ വേഗത്തിലാക്കുന്ന വസ്തു കണ്ടെത്താൻ പരമ്പരാഗത കമ്പ്യൂട്ടറിന് വർഷങ്ങൾ എടുക്കാം. എന്നാൽ ക്വാണ്ടം കമ്പ്യൂട്ടർ അത് മാസങ്ങൾക്കുള്ളിൽ ചെയ്യും. ഇത് ഒരു കെമിസ്റ്റിന് ഒരു സൂപ്പർ പവർ നൽകുന്നതിന് തുല്യമാണ്. പുതിയ വസ്തുക്കൾ രൂപപ്പെടുത്തുന്നത് എളുപ്പമാകുന്നു. ഇത് ഇലക്ട്രിക് വെഹിക്കിൾസിനുള്ള മികച്ച ബാറ്ററികളിലേക്കോ ഊർജ്ജ സംഭരണത്തിനുള്ള പുതിയ പരിഹാരങ്ങളിലേക്കോ നയിക്കും. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് AI മഷീൻ ലേണിംഗും ക്വാണ്ടം കമ്പ്യൂട്ടിംഗിന്റെ സഹായത്തോടെ ഒരു പുതിയ തലത്തിലേക്ക് ഉയരും. മഷീൻ ലേണിംഗിന് വലിയ ഡാറ്റാ സെറ്റുകൾ പരിശീലിപ്പിക്കേണ്ടതുണ്ട്. അത് ഓപ്റ്റിമൈസേഷൻ പ്രോബ്ലംസ് ഉൾപ്പെടുന്നു. ഉദാഹരണത്തിന്, ഏറ്റവും മികച്ച മാതൃക കണ്ടെത്തുക. ക്വാണ്ടം കമ്പ്യൂട്ടറുകൾക്ക് ഗ്രൂവർ അൽഗോരിതം പോലുള്ള സാങ്കേതികവിദ്യ ഉപയോഗിച്ച് ഈ ഓപ്റ്റിമൈസേഷൻ വേഗത്തിലാക്കാൻ കഴിയും. ഇത് AIന്റെ പരിശീലന സമയം ഗണ്യമായി കുറയ്ക്കും. വർഷങ്ങൾ എടുക്കുന്ന പ്രക്രിയകൾ മാസങ്ങളാക്കി മാറ്റാം. ഒരു ഉപമ പറയാം, ഇത് ഒരു ഗ്രന്ഥശാലയിൽ എല്ലാ പുസ്തകങ്ങളും ഒരേ സമയം വായിക്കാൻ കഴിയുന്ന ഒരു സൂപ്പർ ലൈബ്രറിയനെ പോലെയാണ്. സ്പീച്ച് റെക്കഗ്നിഷൻ, ഇമേജ് പ്രോസസ്സിംഗ്, ഓട്ടോണമസ് വെഹിക്കിൾസ് തുടങ്ങിയ മേഖലകൾ ഇതിന്റെ ഫലം അനുഭവിക്കും. ധനകാര്യ മേഖലയിലും ക്വാണ്ടം കമ്പ്യൂട്ടിംഗിന്റെ സ്വാധീനം വലുതാണ്. ഫൈനാൻഷ്യൽ മോഡലിംഗ് എന്നത് റിസ്ക് അനാലിസിസ്, പോർട്ട്ഫോളിയോ ഓപ്റ്റിമൈസേഷൻ, ഫ്രോഡ് ഡിറ്റക്ഷൻ പോലുള്ള സങ്കീർണമായ കണക്കുകൾ ഉൾപ്പെടുന്നു. ഈ പ്രശ്നങ്ങൾ പലപ്പോഴും ഒരേ സമയം ഒന്നിലധികം സാധ്യതകൾ പരിശോധിക്കേണ്ടതുണ്ട്. ക്വാണ്ടം കമ്പ്യൂട്ടറുകൾക്ക് സൂപ്പർപൊസിഷന്റെയും എൻടാംഗിൾമെന്റിന്റെയും സഹായത്തോടെ ഈ കണക്കുകൾ വേഗത്തിൽ ചെയ്യാൻ കഴിയും. ഉദാഹരണത്തിന്, ഒരു ബാങ്കിന് ഒരു ക്വാണ്ടം കമ്പ്യൂട്ടർ ഉപയോഗിച്ച് ഓഹരി വിപണിയിലെ അപകടങ്ങൾ തത്സമയം വിശകലനം ചെയ്യാൻ കഴിയും. ഇത് ഒരു സൂപ്പർ കാൽക്കുലേറ്റർ ഉള്ളതിന് തുല്യമാണ്. ധനകാര്യ ലോകത്തിന്റെ തീരുമാനങ്ങൾ കൂടുതൽ കൃത്യവും വേഗമേറിയതുമാകും. അവസാനമായി കാലാവസ്ഥാ മാതൃകകളിലെ സ്വാധീനം നോക്കാം. ക്ലൈമറ്റ് മോഡലിംഗ് എന്നത് സങ്കീർണമായ ഒരു പ്രക്രിയയാണ്. താപനില, കാറ്റ്, സമുദ്രപ്രവാഹങ്ങൾ തുടങ്ങിയവയുടെ ദീർഘകാല മാറ്റങ്ങൾ പ്രവചിക്കേണ്ടതുണ്ട്. പരമ്പരാഗത സൂപ്പർ കമ്പ്യൂട്ടറുകൾക്ക് ഇത് മാസങ്ങൾ എടുക്കാം. ക്വാണ്ടം കമ്പ്യൂട്ടറുകൾക്ക് ഈ സിമുലേഷൻസ് വേഗത്തിലാക്കാൻ കഴിയും, കാരണം അവയ്ക്ക് ഒരേ സമയം ഒന്നിലധികം സാധ്യതകൾ കണക്കാക്കാൻ കഴിയും. ഇത് കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ കൃത്യമായ മാതൃകകൾ നൽകും.
അതുവഴി മെച്ചപ്പെട്ട എൻവയറൺമെന്റൽ പോളിസീസ് രൂപപ്പെടുത്താൻ സഹായിക്കും. ഉദാഹരണത്തിന്, ഒരു ക്വാണ്ടം കമ്പ്യൂട്ടർ ഉപയോഗിച്ച് കാർബൺ ഡയോക്സൈഡ് പിടിച്ചെടുക്കുന്നതിനുള്ള പുതിയ രാസവസ്തുക്കൾ വികസിപ്പിക്കാം. ഇത് ഒരു സൂപ്പർ ശാസ്ത്രജ്ഞനെ പോലെയാണ്, നമ്മുടെ ഗ്രഹത്തെ സംരക്ഷിക്കാൻ പുതിയ വഴികൾ കണ്ടെത്തുന്നു. ക്വാണ്ടം കമ്പ്യൂട്ടിംഗിന്റെ സ്വാധീനം വിപുലമാണ്. സുരക്ഷയെ തകർക്കുന്നതിനപ്പുറം അത് മനുഷ്യ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പുരോഗതി കൊണ്ടുവരുന്നു. മരുന്ന് മുതൽ കാലാവസ്ഥ വരെ അതിന്റെ സാധ്യതകൾ അനന്തമാണ്. നമസ്കാരം. ഇപ്പോൾ നമുക്ക് ക്വാണ്ടം കമ്പ്യൂട്ടിംഗിന്റെ ആഗോള വിപണിയിലേക്കും വ്യവസായ പ്രത്യാഘാതങ്ങളിലേക്കും ഒരു നോട്ടം പതിപ്പിക്കാം. ഈ സാങ്കേതികവിദ്യ എങ്ങനെയാണ് ലോക സമ്പദ്വ്യവസ്ഥയെ മാറ്റിമറിക്കാൻ പോകുന്നത്? ആരാണ് ഈ മേഖലയിലെ മുൻനിരക്കാർ? പുതിയ തൊഴിലവസരങ്ങൾ എന്തൊക്കെയാണ്? ഈ വിഭാഗത്തിൽ ക്വാണ്ടം കമ്പ്യൂട്ടിംഗിന്റെ സാമ്പത്തികവും സാമൂഹികവുമായ പ്രത്യാഘാതങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് വിപണി ഇപ്പോൾ ഒരു ആരംഭ ഘട്ടത്തിലാണ്, എന്നാൽ അതിന്റെ വളർച്ച അതിവേഗത്തിലാണ്. 2025 കണക്കുകൾ പ്രകാരം ഈ വിപണിയുടെ വലിപ്പം ഏകദേശം $100 കോടി, അതായത് ഏകദേശം 8300 കോടി രൂപ. എന്നാൽ വിദഗ്ധർ പ്രവചിക്കുന്നത് 2030 ഈ വിപണി $6500 കോടി, അതായത് ഏകദേശം 5.4 ലക്ഷം കോടി രൂപയിലേക്ക് വളരുമെന്നാണ്. ഈ വളർച്ചയുടെ കാരണം എന്താണ്? ഗവേഷണത്തിനും വികസനത്തിനുമായി കമ്പനികളും സർക്കാരുകളും വൻതുക നിക്ഷേപിക്കുന്നു. ഉദാഹരണത്തിന്, യൂറോപ്യൻ യൂണിയൻ €100 കോടി ഒരു ക്വാണ്ടം ഫ്ലാഗ്ഷിപ്പ് പദ്ധതി ആരംഭിച്ചു. അമേരിക്കയും ചൈനയും ദശലക്ഷക്കണക്കിന് ഡോളർ ഈ മേഖലയിൽ ചെലവഴിക്കുന്നു. ഇത് ഒരു ചെറിയ വിത്ത് വലിയ മരമായി വളരുന്നതിന് സമാനമാണ്. നിലവിൽ ചെറുതാണെങ്കിലും അതിന്റെ ശാഖകൾ ഭാവിയിൽ വിപുലമാകും. ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് മേഖലയിൽ നിരവധി പ്രധാന പ്ലെയേഴ്സ് ഉണ്ട്, സാങ്കേതിക ഭീമന്മാർ മുതൽ സ്റ്റാർട്ടപ്പുകൾ വരെ. ഗൂഗിൾ, മൈക്രോസോഫ്റ്റ്, IBM എന്നിവയാണ് മുൻനിരയിൽ. ഗൂഗിൾ അവരുടെ സിഗ്മോ പ്രോസസറിലൂടെയും മൈക്രോസോഫ്റ്റ് ടോപ്പോളജിക്കൽ ക്യൂബിറ്റ്സിലൂടെയും ശ്രദ്ധ നേടിയപ്പോൾ, IBM ക്വാണ്ടം എക്സ്പീരിയൻസ് എന്ന ക്ലൗഡ് പ്ലാറ്റ്ഫോമിലൂടെ ക്വാണ്ടം സാങ്കേതികവിദ്യ പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കി. IBM-ന്റെ ഹമ്മിങ്ബേർഡ്, ഈഗിൾ, പോലുള്ള പ്രോസസറുകൾ 65-നും 127-നും ക്യൂബിറ്റ്സ് ഉപയോഗിക്കുന്നു. അവർ 2023 1000 ക്യൂബിറ്റ്സിലേക്ക് എത്താൻ പദ്ധതിയിടുന്നു. മറ്റ് കമ്പനികളായ ഇന്റൽ, റിഗറ്റി, IonQ എന്നിവയും ഈ മത്സരത്തിലുണ്ട്. സ്റ്റാർട്ടപ്പുകളും ശ്രദ്ധേയമായ പങ്ക് വഹിക്കുന്നു. D-Wave സിസ്റ്റംസ് ക്വാണ്ടം അനീലിംഗിലൂടെ വ്യവസായ ഉപഭോക്താക്കൾക്ക് സേവനം നൽകുന്നു. അതേസമയം സായ് ക്വാണ്ടം 1,00,000 ക്യൂബിറ്റ്സ് ഉള്ള ഒരു സിസ്റ്റം നിർമ്മിക്കാൻ ശ്രമിക്കുന്നു. സർക്കാർ പിന്തുണയോടെ ചൈനയിലെ അലിബാബ, ബൈഡു പോലുള്ള കമ്പനികളും ഈ മേഖലയിൽ മുന്നേറുന്നു. നിക്ഷേപങ്ങളുടെ കാര്യത്തിൽ വെഞ്ചർ ക്യാപിറ്റൽ ഫണ്ടുകൾ 2020 മുതൽ $500 കോടി ക്വാണ്ടം സ്റ്റാർട്ടപ്പുകളിൽ ഒഴുക്കിയിട്ടുണ്ട്. ഇത് ഒരു വലിയ മത്സരമാണ്. ഓരോ കളിക്കാരനും ഈ സാങ്കേതികവിദ്യയുടെ ഭാവി നിർണ്ണയിക്കാൻ ആഗ്രഹിക്കുന്നു. ക്വാണ്ടം കമ്പ്യൂട്ടിംഗിന്റെ വളർച്ച തൊഴിൽ മേഖലയിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും. പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടും. ക്വാണ്ടം എഞ്ചിനീയേഴ്സ്, ആൽഗോരിതം ഡെവലപ്പേഴ്സ്, ക്വാണ്ടം സോഫ്റ്റ്വെയർ പ്രോഗ്രാമേഴ്സ് തുടങ്ങിയവർക്ക് ഡിമാൻഡ് വർദ്ധിക്കും. വിദഗ്ധർ കണക്കാക്കുന്നത് 2030 ലോകത്ത് ലക്ഷക്കണക്കിന് ക്വാണ്ടം അധിഷ്ഠിത തൊഴിലുകൾ ഉണ്ടാകുമെന്നാണ്. ഉദാഹരണത്തിന്, ഒരു ക്വാണ്ടം ഫിസിസിസ്റ്റിന് ഗൂഗിളിന്റെ സിഗ്മോ പോലുള്ള ഹാർഡ്വെയർ രൂപകൽപ്പന ചെയ്യാം, അതേസമയം ഒരു പ്രോഗ്രാമർ അസൂർ ക്വാണ്ടമിൽ ആൽഗോരിതംസ് എഴുതാം. ഇത് ഒരു പുതിയ തൊഴിൽ വിപ്ലവത്തിന് സമാനമാണ്. വ്യാവസായിക വിപ്ലവം യന്ത്രങ്ങൾ കൊണ്ടുവന്നതുപോലെ ക്വാണ്ടം വിപ്ലവം പുതിയ വൈദഗ്ധ്യങ്ങൾ ആവശ്യപ്പെടുന്നു. എന്നാൽ പരമ്പരാഗത തൊഴിലുകൾക്ക് ഭീഷണിയുമുണ്ട്. നിലവിലെ പ്രോഗ്രാമേഴ്സിന് ക്വാണ്ടം സ്കിൽസ് പഠിക്കേണ്ടി വരും. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇതിനായി തയ്യാറെടുക്കുന്നു. MIT, സ്റ്റാൻഫോർഡ് പോലുള്ള സർവകലാശാലകൾ ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് കോഴ്സുകൾ വാഗ്ദാനം ചെയ്യുന്നു. ഇത് ഒരു പുതിയ തലമുറയെ ഈ മേഖലയിലേക്ക് ആകർഷിക്കും. ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് സാമ്പത്തിക തടസ്സങ്ങൾക്കും വഴിയൊരുക്കും. ക്രിപ്റ്റോഗ്രഫി തകർക്കുന്നതിലൂടെ ബാങ്കിംഗ്, ഇ-കൊമേഴ്സ് തുടങ്ങിയ മേഖലകൾക്ക് പുതിയ സുരക്ഷാ സംവിധാനങ്ങൾ ആവശ്യമാകും. ഇത് ദശലക്ഷക്കണക്കിന് ഡോളറിന്റെ ചെലവ് വരുത്തും. എന്നാൽ മറുവശത്ത് ഇത് പുതിയ വരുമാന മാർഗങ്ങൾ തുറക്കും. ഡ്രഗ് ഡിസ്കവറി വേഗത്തിലാക്കുന്നത് ഫാർമസ്യൂട്ടിക്കൽ കമ്പനികൾക്ക് ലാഭം വർദ്ധിപ്പിക്കും. ഒരു പുതിയ മരുന്ന് വിപണിയിൽ എത്തുന്നത് വർഷങ്ങളുടെ കാത്തിരിപ്പ് കുറയ്ക്കും. ഫൈനാൻഷ്യൽ മോഡലിംഗിന്റെ കൃത്യത ബാങ്കുകൾക്കും നിക്ഷേപകർക്കും മികച്ച തീരുമാനങ്ങൾ എടുക്കാൻ സഹായിക്കും. ഇത് ഒരു നാണയത്തിന്റെ ഇരുവശങ്ങൾ പോലെയാണ്, ഒരു വശത്ത് തടസ്സങ്ങൾ, മറുവശത്ത് അവസരങ്ങൾ. ഈ സന്തുലനം ഭാവിയിലെ സമ്പദ്വ്യവസ്ഥയെ രൂപപ്പെടുത്തും. ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് എപ്പോഴാണ് മെയിൻ സ്ട്രീം ആകുക, അതായത് ദൈനംദിന ജീവിതത്തിന്റെ ഭാഗമാകുക? ഇത് 2 ഘട്ടങ്ങളായി സംഭവിക്കും. ആദ്യ ഘട്ടം NISQ, നോയ്സി ഇന്റർമീഡിയറ്റ് സ്കെയിൽ ക്വാണ്ടം ഘട്ടമാണ്. ഇത് ഇപ്പോൾ നടക്കുന്നു, 2020 മുതൽ 2030 വരെ. ഈ കാലയളവിൽ 50 മുതൽ 1000 വരെ ക്യൂബിറ്റ്സ് ഉള്ള ക്വാണ്ടം കമ്പ്യൂട്ടറുകൾ ഗവേഷണത്തിനും പ്രത്യേക വ്യവസായ ഉപയോഗങ്ങൾക്കും ലഭ്യമാകും. ഉദാഹരണത്തിന്, ഒരു രാസ കമ്പനി ക്വാണ്ടം സിമുലേഷനുകൾ പ്രവർത്തിപ്പിച്ചേക്കാം.
രണ്ടാം ഘട്ടം ഫോൾട്ട് ടോളറന്റ് ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് ഘട്ടമാണ് 2030 ശേഷം പ്രതീക്ഷിക്കുന്നു. ഈ സമയത്ത് ലക്ഷക്കണക്കിന് കൂബറ്റ്സ് ഉള്ള എറേഴ്സിനെ തിരുത്താൻ കഴിയുന്ന ക്വാണ്ടം കമ്പ്യൂട്ടറുകൾ വരും. ഇത് ക്രിപ്റ്റോഗ്രഫി തകർക്കാനും AI മെച്ചപ്പെടുത്താനും മതിയായ ശക്തി നൽകും. അപ്പോഴാണ് ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് വ്യാപകമാകുക. ഇത് ഒരു റെയിൽവേ ട്രാക്ക് പണിയുന്നതിന് സമാനമാണ്. ആദ്യം ട്രാക്ക് ഇടുന്നു, പിന്നീട് ട്രെയിനുകൾ ഓടിത്തുടങ്ങുന്നു. 2040 ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് നമ്മുടെ ജീവിതത്തിന്റെ ഒരു സാധാരണ ഭാഗമായേക്കാം. ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് വിപണി വളരുകയാണ്. നിക്ഷേപങ്ങൾ, തൊഴിലവസരങ്ങൾ, സാമ്പത്തിക മാറ്റങ്ങൾ എന്നിവയിലൂടെ അത് ലോകത്തെ മാറ്റിമറിക്കും. ഗൂഗിൾ, മൈക്രോസോഫ്റ്റ്, IBM പോലുള്ള കമ്പനികൾ ഈ പുരോഗതിയെ നയിക്കുന്നു. അടുത്ത ദശകത്തിൽ അതിന്റെ പൂർണ്ണ ഫലം നമുക്ക് കാണാം. ക്വാണ്ടം കമ്പ്യൂട്ടിംഗിന്റെ അത്ഭുതകരമായ സാധ്യതകൾ നമുക്ക് മനസ്സിലായി. എന്നാൽ ഈ സാങ്കേതികവിദ്യയുടെ മുന്നിൽ ഇപ്പോഴും നിരവധി വെല്ലുവിളികൾ നിലനിൽക്കുന്നു. എന്താണ് ഈ തടസ്സങ്ങൾ? അവയെ എങ്ങനെ മറികടക്കാൻ കഴിയും? ഈ വിഭാഗത്തിൽ ക്വാണ്ടം കമ്പ്യൂട്ടിംഗിന്റെ പ്രധാന വെല്ലുവിളികളും പരിമിതികളും നമുക്ക് പരിശോധിക്കാം. ക്വാണ്ടം കമ്പ്യൂട്ടിംഗിന്റെ ഏറ്റവും വലിയ വെല്ലുവിളി അതിന്റെ സാങ്കേതിക സങ്കീർണതയാണ്. കൂബറ്റ്സിനെ സൃഷ്ടിക്കാനും നിയന്ത്രിക്കാനും അത്യാധുനിക ഉപകരണങ്ങൾ ആവശ്യമാണ്. ഉദാഹരണത്തിന് സൂപ്പർകണ്ടക്ടിംഗ് കൂബറ്റ്സ്, ഗൂഗിൾ സിക്കമോയിൽ ഉപയോഗിക്കുന്നവ അബ്സല്യൂട്ട് സീറോ നോഡ് അടുത്ത താപനിലയിൽ 273°C പ്രവർത്തിക്കേണ്ടതുണ്ട്. ഇതിന് ക്രയോജനിക് സിസ്റ്റംസ് എന്ന തണുപ്പിക്കൽ ഉപകരണങ്ങൾ ആവശ്യമാണ്. അവ വലുതും ഊർജ്ജം ആവശ്യമുള്ളതുമാണ്. ഒരു ചെറിയ ലാബിൽ പോലും ഈ സിസ്റ്റങ്ങൾ നിലനിർത്താൻ ലക്ഷക്കണക്കിന് രൂപ ചെലവാകും. ഇത് ഒരു വലിയ മഞ്ഞുമലയിൽ ഒരു ചെറിയ ഗുഹ നിർമ്മിക്കുന്നതിന് സമാനമാണ്. അതിന്റെ പരിസ്ഥിതി നിലനിർത്താൻ വലിയ ശ്രമം വേണം. മറ്റൊരു സാങ്കേതിക തടസ്സം കൂബറ്റ്സിന്റെ കൺട്രോൾ ആണ്. ക്വാണ്ടം ഗേറ്റ്സ് ഉപയോഗിച്ച് കൂബറ്റ്സിനെ കൃത്യമായി മാറ്റേണ്ടതുണ്ട്. എന്നാൽ ചെറിയ ശബ്ദമോ വൈദ്യുത തടസ്സമോ അവയെ അസ്ഥിരമാക്കും. ഇത് ഒരു സൂക്ഷ്മമായ ശസ്ത്രക്രിയയ്ക്ക് സമാനമാണ്. ഒരു ചെറിയ അശ്രദ്ധ പോലും വലിയ പിഴവിന് കാരണമാകും. ക്വാണ്ടം കമ്പ്യൂട്ടറുകളെ സ്കെയിൽ ചെയ്യുക, അതായത് കൂബറ്റ്സിന്റെ എണ്ണം വർദ്ധിപ്പിക്കുക, ഒരു വലിയ വെല്ലുവിളിയാണ്. നിലവിൽ ഗൂഗിൾ ഇന്റെ സിക്കമോ 53 കൂബറ്റ്സും IBM ഇന്റെ ഈഗിൾ 127 കൂബറ്റ്സും ഉപയോഗിക്കുന്നു. എന്നാൽ യഥാർത്ഥ ലോക പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ലക്ഷക്കണക്കിനോ കോടിക്കണക്കിനോ കൂബറ്റ്സ് ആവശ്യമാണ്. കൂബറ്റ്സ് വർദ്ധിപ്പിക്കുമ്പോൾ അവയെ നിയന്ത്രിക്കാനുള്ള സങ്കീർണതയും വർദ്ധിക്കുന്നു. ഓരോ കൂബറ്റിനും മറ്റുള്ളവയുമായി എൻടാങ്കിൾമെന്റ് വഴി ബന്ധപ്പെട്ടിരിക്കാം. അതിനാൽ ഒരു ചെറിയ സിസ്റ്റത്തിൽ പോലും കണക്കുകൾ വളരെ സങ്കീർണമാകുന്നു. ഇത് ഒരു വലിയ ഓർക്കസ്ട്ര നടത്തുന്നതിന് തുല്യമാണ്. കുറച്ച് വാദ്യോപകരണങ്ങൾ എളുപ്പമാണ്, എന്നാൽ നൂറുകണക്കിന് വാദകർ ഉൾപ്പെടുമ്പോൾ ശ്രദ്ധ കൂടുതൽ വേണം. കൂടാതെ കൂബറ്റ്സ് വർദ്ധിപ്പിക്കുമ്പോൾ എറേഴ്സിന്റെ സാധ്യതയും വർദ്ധിക്കുന്നു. ക്വാണ്ടം എറർ കറക്ഷൻ ഇതിന് പരിഹാരമാണ്, പക്ഷേ അതിന് കൂടുതൽ കൂബറ്റ്സ് ആവശ്യമാണ്. ഒരു കൂബറ്റിന്റെ എറർ തിരുത്താൻ 10 മുതൽ 100 വരെ അധിക കൂബറ്റ്സ് വേണ്ടിവരാം. ഇത് സ്കെയിലിംഗിനെ കൂടുതൽ പ്രയാസകരമാക്കുന്നു. ക്വാണ്ടം ഡീകോഹെറൻസ് എന്നത് ക്വാണ്ടം കമ്പ്യൂട്ടിംഗിന്റെ ഒരു പ്രധാന ശത്രുവാണ്. ഡീകോഹെറൻസ് എന്നാൽ കൂബറ്റ്സിന്റെ സൂപ്പർപൊസിഷനും എൻടാങ്കിൾമെന്റിനും നഷ്ടപ്പെടുന്ന ഒരു പ്രതിഭാസമാണ്. ഇത് പുറത്തുനിന്നുള്ള ശബ്ദം, താപം അല്ലെങ്കിൽ വൈദ്യുത കാന്തിക തരംഗങ്ങൾ മൂലം സംഭവിക്കാം. ഉദാഹരണത്തിന്, ഒരു കൂബറ്റിന്റെ കൊഹെറൻസ് ടൈം, അതിന്റെ ക്വാണ്ടം അവസ്ഥ നിലനിൽക്കുന്ന സമയം, നാനോ സെക്കൻഡുകൾ മുതൽ മൈക്രോസെക്കൻഡുകൾ വരെയാണ്. ഗൂഗിൾ ഇന്റെ സിക്കമോന് ഏകദേശം 100 മൈക്രോസെക്കൻഡുകൾ കൊഹെറൻസ് ടൈം ഉണ്ട്. അതിനുള്ളിൽ കണക്കുകൾ പൂർത്തിയാക്കേണ്ടതുണ്ട്. എന്നാൽ സങ്കീർണമായ ആൽഗോരിതംസിന് കൂടുതൽ സമയം വേണം. ഇത് ഡീകോഹെറൻസിനെ ഒരു വലിയ പ്രശ്നമാക്കുന്നു. ഇത് ഒരു മെഴുകുതിരി കാറ്റിൽ കത്തിക്കുന്നതിന് സമാനമാണ്. ഒരു ചെറിയ കാറ്റ് പോലും അതിനെ കെടുത്താം. ഡീകോഹെറൻസിനെ കുറയ്ക്കാൻ കൂബറ്റ്സിനെ വാക്യൂം ചേംബേഴ്സിലും അത്യധികം തണുപ്പിലും സൂക്ഷിക്കുന്നു. എന്നാൽ ഇത് പരിഹരിക്കാൻ പൂർണ്ണമായി കഴിഞ്ഞിട്ടില്ല. ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് മേഖലയിൽ ഒരു ഏകീകൃത സമീപനമില്ല. വ്യത്യസ്ത സാങ്കേതികവിദ്യകൾ തമ്മിൽ മത്സരമുണ്ട്. ഗൂഗിൾ ഇന്റെ സൂപ്പർകണ്ടക്ടിംഗ് കൂബറ്റ്സ്, മൈക്രോസോഫ്റ്റ് ഇന്റെ ടോപ്പോളോജിക്കൽ കൂബറ്റ്സ്, IonQ ഇന്റെ അയൺ ട്രാപ്പ് കൂബറ്റ്സ്, D-Wave ഇന്റെ ക്വാണ്ടം അനീലിംഗ് എന്നിവ ഉദാഹരണങ്ങളാണ്. സൂപ്പർകണ്ടക്ടിംഗ് കൂബറ്റ്സ് വേഗതയിൽ മുന്നിട്ടു നിൽക്കുന്നു, പക്ഷേ ഡീകോഹെറൻസിന് സാധ്യത കൂടുതലാണ്. ടോപ്പോളോജിക്കൽ കൂബറ്റ്സ് സ്ഥിരത വാഗ്ദാനം ചെയ്യുന്നു, പക്ഷേ ഇനിയും പ്രായോഗികമായിട്ടില്ല. അയൺ ട്രാപ്പ് കൂബറ്റ്സ് കൃത്യതയിൽ മികച്ചതാണ്, എന്നാൽ സ്കെയിലിംഗ് പ്രയാസമാണ്. ക്വാണ്ടം അനീലിംഗ് ചില ഓപ്റ്റിമൈസേഷൻ പ്രോബ്ലംസിന് ഉപയോഗപ്രദമാണ്, പക്ഷേ യൂണിവേഴ്സൽ ക്വാണ്ടം കമ്പ്യൂട്ടിംഗിന് അനുയോജ്യമല്ല. ഇത് ഒരു ഓട്ടപ്പന്തയത്തിന് സമാനമാണ്. ഓരോ മത്സരാർത്ഥിക്കും അവരുടെ ശക്തിയും ദൗർബല്യവുമുണ്ട്, എന്നാൽ ആര് ജയിക്കുമെന്ന് ഇനിയും വ്യക്തമല്ല. ഈ മത്സരം ഗവേഷണത്തെ ത്വരിതപ്പെടുത്തുന്നുണ്ടെങ്കിലും ഒരു ഏകീകൃത മാനദണ്ഡം ഇല്ലാത്തത് വ്യവസായത്തിന്റെ പുരോഗതിയെ സങ്കീർണമാക്കുന്നു. ഈ വെല്ലുവിളികളെ മറികടക്കാൻ ശാസ്ത്രജ്ഞർ കഠിനമായി പ്രവർത്തിക്കുന്നു. ക്വാണ്ടം എറർ കറക്ഷൻ കോഡ്സ് ഡീകോഹെറൻസിനെ നേരിടാൻ വികസിപ്പിക്കപ്പെടുന്നു. ഉദാഹരണത്തിന്, സർഫസ് കോഡ്സ് എന്ന സംവിധാനം IBM-നും ഗൂഗിളിനും ഉപയോഗിക്കുന്നു.
ക്രയോജനിക് സാങ്കേതികവിദ്യ മെച്ചപ്പെടുത്തുന്നതിനും സ്കെയിലിംഗിനുള്ള പുതിയ ഡിസൈനുകൾ പരീക്ഷിക്കുന്നതിനും ശ്രമങ്ങൾ നടക്കുന്നു. മൈക്രോസോഫ്റ്റിന്റെ ടോപ്പോളജിക്കൽ ക്യൂബറ്റ്സ് പോലുള്ള പുതിയ സമീപനങ്ങൾ ഡീകോഹെറൻസിനെ കുറയ്ക്കാൻ ശ്രമിക്കുന്നു. അതേസമയം ഹൈബ്രിഡ് സിസ്റ്റംസ് ക്വാണ്ടവും ക്ലാസിക്കലും സംയോജിപ്പിക്കുന്നവ NISQ ഘട്ടത്തിൽ ഉപയോഗപ്രദമാകുന്നു. ഇത് ഒരു വലിയ പർവ്വതം കയറുന്നതിന് തുല്യമാണ്. ഓരോ ചുവടും ലക്ഷ്യത്തോട് അടുപ്പിക്കുന്നു, പക്ഷേ പാത കുത്തനെയാണ്. ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് അതിന്റെ ശൈശാവത്തിലാണ്. സാങ്കേതിക തടസ്സങ്ങൾ, സ്കെയിലിംഗ് പ്രശ്നങ്ങൾ, ഡീകോഹെറൻസ്, മത്സരിക്കുന്ന സാങ്കേതികവിദ്യകൾ എന്നിവ അതിന്റെ വളർച്ചയെ പരിമിതപ്പെടുത്തുന്നു. എന്നാൽ ഈ വെല്ലുവിളികൾ അസാധ്യമല്ല. ശാസ്ത്രജ്ഞർ ഓരോ ദിവസവും പരിഹാരങ്ങൾ കണ്ടെത്തുന്നു. ക്വാണ്ടം കമ്പ്യൂട്ടിംഗിന്റെ അത്ഭുതകരമായ യാത്രയിലൂടെ നമുക്ക് ഒരുമിച്ച് സഞ്ചരിച്ചു. അതിന്റെ തുടക്കം മുതൽ നിലവിലെ നേട്ടങ്ങൾ വരെ, അതിന്റെ സാധ്യതകൾ മുതൽ വെല്ലുവിളികൾ വരെ നമുക്ക് എല്ലാം പരിശോധിച്ചു. എന്നാൽ ഈ സാങ്കേതികവിദ്യ ഭാവിയിൽ എന്താണ് വാഗ്ദാനം ചെയ്യുന്നത്? നമ്മുടെ സമൂഹത്തെ അത് എങ്ങനെ മാറ്റിമറിക്കും? ഈ അവസാന വിഭാഗത്തിൽ ക്വാണ്ടം കമ്പ്യൂട്ടിംഗിന്റെ ദീർഘകാല പ്രത്യാഘാതങ്ങളും ഭാവി ദർശനവും നമുക്ക് സംഗ്രഹിക്കാം. ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് ഒരു പുതിയ സാങ്കേതിക യുഗത്തിന്റെ ആരംഭമാണ്. പരമ്പരാഗത കമ്പ്യൂട്ടറുകൾ നമ്മെ ഡിജിറ്റൽ യുഗത്തിലേക്ക് കൊണ്ടുവന്നതുപോലെ ക്വാണ്ടം കമ്പ്യൂട്ടറുകൾ നമ്മെ ഒരു ക്വാണ്ടം യുഗത്തിലേക്ക് നയിക്കും. ഈ യുഗത്തിൽ നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള കഴിവ് അസാധാരണമായ തോതിൽ വർദ്ധിക്കും. സുരക്ഷ മുതൽ മരുന്ന് കണ്ടുപിടിക്കൽ വരെ, കാലാവസ്ഥാ മാതൃകകൾ വരെ എല്ലാം പുതിയ രീതിയിൽ സമീപിക്കപ്പെടും. ഇത് ഒരു പുതിയ സമുദ്രത്തിലേക്ക് കപ്പൽ ഇറക്കുന്നതിന് സമാനമാണ്. നമുക്ക് അറിയാത്ത ദ്വീപുകൾ കണ്ടെത്താനുള്ള അവസരമുണ്ട്, പക്ഷേ യാത്രയിൽ അപകടങ്ങളും ഉണ്ടാകാം. ഈ സാങ്കേതികവിദ്യയുടെ ശക്തി നമ്മുടെ ഭാവിയെ രൂപപ്പെടുത്തും, എന്നാൽ അത് എങ്ങനെ ഉപയോഗിക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും അതിന്റെ ഫലങ്ങൾ. ക്വാണ്ടം കമ്പ്യൂട്ടിംഗിന്റെ ദീർഘകാല പ്രത്യാഘാതങ്ങൾ സമൂഹത്തിന്റെ എല്ലാ മേഖലകളിലും പ്രകടമാകും. ആരോഗ്യ സംരക്ഷണത്തിൽ പുതിയ മരുന്നുകളും ചികിത്സകളും വേഗത്തിൽ ലഭ്യമാകുന്നത് ജീവിത നിലവാരം ഉയർത്തും. രോഗങ്ങൾക്കെതിരായ പോരാട്ടം എളുപ്പമാകും. മറ്റീരിയൽസ് സയൻസിലെ മുന്നേറ്റങ്ങൾ ഊർജ്ജ സംഭരണവും പരിസ്ഥിതി സംരക്ഷണവും മെച്ചപ്പെടുത്തും. അതുവഴി കാലാവസ്ഥാ വ്യതിയാനത്തിനെതിരെ പോരാടാൻ സഹായിക്കും. വിദ്യാഭ്യാസവും തൊഴിലും പുതിയ രൂപം പ്രാപിക്കും. ക്വാണ്ടം സ്കിൽസ് ഉള്ളവർക്ക് വലിയ ഡിമാൻഡ് ഉണ്ടാകും. സ്കൂളുകളും സർവകലാശാലകളും പാഠ്യപദ്ധതി മാറ്റേണ്ടി വരും. എന്നാൽ ഈ പുരോഗതി എല്ലാവർക്കും തുല്യമായി ലഭ്യമാകുമോ എന്നത് ഒരു ചോദ്യമാണ്. സാങ്കേതിക വിടവ് വർദ്ധിക്കാനുള്ള സാധ്യതയുമുണ്ട്. സാമ്പത്തികമായി ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് പുതിയ വ്യവസായങ്ങൾ സൃഷ്ടിക്കും, പക്ഷേ പഴയ സംവിധാനങ്ങളെ തകർക്കുകയും ചെയ്യും. ക്രിപ്റ്റോഗ്രഫിയുടെ തകർച്ച പോലുള്ളവ പുതിയ സുരക്ഷാ ചെലവുകൾ ഉണ്ടാക്കും. ഇത് ഒരു വലിയ മരം നടുന്നതിന് തുല്യമാണ്. അതിന്റെ ശാഖകൾ എല്ലാവർക്കും ഫലം നൽകുമെങ്കിലും അതിന്റെ വേര് പഴയ മണ്ണിനെ മാറ്റിമറിക്കും. ക്വാണ്ടം കമ്പ്യൂട്ടിംഗിന്റെ ശക്തി ധാർമ്മിക ചോദ്യങ്ങൾ ഉയർത്തുന്നു. ഒന്നാമതായി, പ്രിവസി, സ്വകാര്യത ഒരു വലിയ ആശങ്കയാണ്. ആൽഗോരിതം പോലുള്ള സാങ്കേതികവിദ്യകൾ നിലവിലെ എൻക്രിപ്ഷൻ തകർക്കുമ്പോൾ വ്യക്തികളുടെയും സർക്കാരുകളുടെയും രഹസ്യങ്ങൾ അപകടത്തിലാകും. ഇത് ആർക്കാണ് ഈ ശക്തി ലഭിക്കേണ്ടത് എന്ന ചോദ്യം ഉയർത്തുന്നു. കമ്പനികൾക്കോ സർക്കാരുകൾക്കോ അതോ എല്ലാവർക്കും ലഭ്യമാകേണ്ടതുണ്ടോ? രണ്ടാമതായി, ഈ സാങ്കേതികവിദ്യയുടെ ദുരുപയോഗ സാധ്യത. ഉദാഹരണത്തിന്, സൈനിക ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കപ്പെട്ടാൽ അത് ആഗോള സന്തുലനത്തെ തകർക്കാം. മൂന്നാമതായി, സാമൂഹിക അസമത്വം. ധനിക രാജ്യങ്ങൾക്ക് മാത്രം ഈ സാങ്കേതികവിദ്യ ലഭ്യമായാൽ വികസ്വര രാജ്യങ്ങൾ പിന്നോട്ടു പോകാനുള്ള സാധ്യതയുണ്ട്. ഇത് ഒരു ശക്തമായ ആയുധം കൈവശം വയ്ക്കുന്നതിന് സമാനമാണ്. അതിന്റെ ഉപയോഗം ഉത്തരവാദിത്തത്തോടെ ആയിരിക്കണം. ശാസ്ത്രജ്ഞരും നയരൂപകർത്താക്കളും ഒരുമിച്ച് ഈ ധാർമ്മിക ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തേണ്ടതുണ്ട്. ഈ ക്വാണ്ടം യുഗത്തിൽ പങ്കാളികളാകാൻ ആഗ്രഹിക്കുന്നവർക്ക് എന്താണ് ചെയ്യാൻ കഴിയുക? ആദ്യമായി, കൂടുതൽ അറിവ് നേടുക. ക്വാണ്ടം മെക്കാനിക്സ്, ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് ബേസിക്സ് എന്നിവ പഠിക്കുന്നത് ഒരു നല്ല തുടക്കമാണ്. ഓൺലൈൻ കോഴ്സുകൾ, ഉദാഹരണത്തിന് കോഴ്സെറ, എഡ്എക്സ്, MIT ഓപ്പൺകോഴ്സ്വെയർ ഇതിന് അവസരം നൽകുന്നു. രണ്ടാമതായി, ക്വാണ്ടം പ്രോഗ്രാമിംഗ് പഠിക്കുക. മൈക്രോസോഫ്റ്റ് കിസ്കിറ്റ്, IBM പോലുള്ള ഭാഷകൾ ഉപയോഗിച്ച് ആൽഗോരിതംസ് എഴുതാൻ പരിശീലിക്കാം. അസൂർ ക്വാണ്ടം, IBM ക്വാണ്ടം എക്സ്പീരിയൻസ് പോലുള്ള പ്ലാറ്റ്ഫോമുകൾ സൗജന്യമായി പരീക്ഷിക്കാൻ അനുവദിക്കുന്നു. മൂന്നാമതായി, ഈ മേഖലയിലെ വാർത്തകൾ ശ്രദ്ധിക്കുക. ഗൂഗിൾ, മൈക്രോസോഫ്റ്റ്, IBM തുടങ്ങിയവയുടെ പുരോഗതി അറിയുന്നത് പ്രയോജനകരമാണ്. വിദ്യാർത്ഥികൾക്ക് ഈ മേഖലയിൽ കരിയർ പരിഗണിക്കാം. ക്വാണ്ടം എഞ്ചിനീയറിംഗ്, റിസർച്ച് തുടങ്ങിയവ ഭാവിയിൽ വലിയ ഡിമാൻഡുള്ള തൊഴിലുകളാകും. ഇത് ഒരു പുതിയ തീവണ്ടി വരുന്നതിന് മുമ്പ് സ്റ്റേഷനിൽ എത്തുന്നതിന് സമാനമാണ്. തയ്യാറായവർക്ക് ആദ്യം യാത്ര ചെയ്യാം. ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് ഒരു സ്വപ്നമല്ല, അത് യാഥാർത്ഥ്യമാണ്. അത് ഓരോ ദിവസവും വളരുന്നു. അതിന്റെ ചരിത്രം ഫെയ്മാനിൽ നിന്ന് തുടങ്ങി ഗൂഗിളിന്റെയും മൈക്രോസോഫ്റ്റിന്റെയും നേട്ടങ്ങളിലൂടെ മുന്നോട്ടുപോയി. ഒപ്പം നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ തയ്യാറെടുക്കുന്നു. എന്നാൽ അതിന്റെ വെല്ലുവിളികൾ മറികടക്കേണ്ടതുണ്ട്. അതിന്റെ ശക്തി ഉത്തരവാദിത്തത്തോടെ ഉപയോഗിക്കേണ്ടതുണ്ട്. നമ്മൾ ഒരു വലിയ വഴിത്തിരിവിന്റെ മുന്നിലാണ്. ക്വാണ്ടം യുഗം നമ്മെ കാത്തിരിക്കുന്നു.
ഈ വീഡിയോയിലൂടെ ആ യാത്രയുടെ ഒരു ഭാഗം നമുക്ക് ഒരുമിച്ച് കണ്ടു. കൂടുതൽ അറിയാനും പങ്കാളികളാകാനും നമുക്ക് ഒരുമിച്ച് ശ്രമിക്കാം.